ഒന്നിലധികം റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച്. ഇതുവരെയുള്ള സെഷനുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു റോ മെറ്റീരിയൽ, ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് അതിനെ പ്രോസസ് ചെയ്ത് നമ്മളൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അതിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ് ഉപയോഗിച്ചിട്ട് അതിനെ ചെറിയ ചെറിയ റോ മെറ്റീരിയൽസ് ആക്കുന്നു. ആ ഒരു പ്രോബ്ലം ആയിരുന്നു നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസും ഇൻഡസ്ട്രേറ്റ് പർച്ചേസും വെച്ച് നോക്കി, ഇൻട്രാസ്റ്റേറ്റ് സെയിലും ഇൻഡസ്ട്രേറ്റ് സെയിലും അങ്ങനെ വെച്ച് നോക്കി, അതിന്റെ CGST, SGST, GSTയുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻ നോക്കി, അത് പുറത്തെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് നോക്കി, അതും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷനിൽ പോകണം. അപ്പൊ ഏതൊരു സെഷനിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റക്ക് ആയിക്കാണ്, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ഇനി പോകണം. അത് നമുക്ക് വരും സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നിലധികം റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നിലധികം റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. വളരെ ചെറിയ സാധനമാണ്, നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ എടുക്കാം. നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതിനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ബേസ് മുതൽ തുടങ്ങിയിട്ട് അതിന് നമുക്ക് അങ്ങനെ ഫിനിഷ് ചെയ്യാം. ചെറിയൊരു സംഭവമാണ്, ഒരുപാട് പഠിക്കാനില്ല. അതിൽ ബിൽ ഓഫ് മെറ്റീരിയൽ, BOM എന്നൊക്കെ പറയും. ബിൽ ഓഫ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീൻ ആദ്യം ഷെയർ ചെയ്യാണ്. അത് നമ്മൾ സ്ക്രീൻ കിട്ടുന്നുണ്ടോ? ഇല്ല, വന്നിട്ടില്ല അല്ലെ? സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന സ്ക്രീനാണ്, ടാലിയുടെ ബേസിക് സ്ക്രീനാണ്. അപ്പൊ ബിൽ ഓഫ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ പറഞ്ഞു വൺ സിംഗിൾ മെറ്റീരിയൽ ആണ്. ഇനി ഒന്നിലധികം റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ, ചെറിയൊരു പ്രോബ്ലം ആയതുകൊണ്ട് നമുക്കൊരു കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പോവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ജസ്റ്റ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരിൽ, ഒരാളുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ജസ്റ്റ് കോമൺ വാല്യൂ മാഡത്തിന്റെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കമ്പ്യൂട്ടേഴ്സ്, ഓക്കെ. മാഡത്തിന്റെ പേരിൽ നമ്മളൊരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. മാഡത്തിന്റെ അഡ്രസ്സും ഡീറ്റെയിലും ഒക്കെ വെച്ച് കൊടുത്തു. GST ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അവരുടെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. പിൻകോഡ്, മാഡത്തിന്റെ പിൻകോഡ് എത്രയാ കോമൺ വാല്യൂ മാഡം? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നല്ലേ? അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ വിട്ടിട്ടുണ്ട്. പിൻകോഡ് ഇല്ല. എത്ര? 0487. സ്റ്റാർട്ടിങ് എത്ര? 67 എന്തോ ഇല്ലേ? അത് ലാൻഡ് ഫോണിന്റെ കോഡല്ലേ? പിൻകോഡ് ഇല്ലേ? പോസ്റ്റൽ കോഡ് 680 305. എത്ര? 680 305. ഓക്കെ, ഞാൻ ഇതെല്ലാം കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് GST ഇനി അതെങ്കിൽ UABയിലോ മറ്റെന്തെങ്കിലും ഒക്കെ തുറക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പം ടെലിഫോൺ നമ്പർ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു. മൊബൈൽ നമ്പർ ഞാൻ എന്റെ കൊടുക്കാണ്. ഓക്കെ, ഇമെയിൽ അഡ്രസ് ഒക്കെ എന്തെങ്കിലും കൊടുക്കാം. നമ്മൾ പതുക്കെ എന്ത് ചെയ്യാം, നമ്മൾ മുമ്പോട്ടേക്ക് പോവാം. ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1/4/2025 പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് കോമൺ വാല്യൂ മാഡത്തിന്റെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇനി ഇതിനകത്ത് നമുക്ക് GST കൂടി ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ഇനി വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കണ്ട. ഇതിന് കൂടെ തന്നെ GST കൂടി ചെയ്യാം. അപ്പൊ GST കൂടി എന്ത് ചെയ്യാം, നമുക്ക് എനേബിൾ ആക്കിയിട്ട് പോവാം. ഓക്കെ, ഇൻവെന്ററി നമുക്ക് ചെയ്യുന്നതുകൊണ്ട് ഇൻവെന്ററി എസ് ആണ്. ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അക്കൗണ്ടിങ് എസ് ആണ്. ആ, ഇത് ഓൾറെഡി നേരെ തുറന്ന സമയത്ത് നേരെ ഓപ്പൺ ആയിട്ട് വരും. ഇല്ലെങ്കിൽ F11 ഫീച്ചേഴ്സ് ഉപയോഗിച്ച് തുറക്കാം. അതിനുശേഷം GST നമ്പർ കൊടുക്കാം. GST കേരള, ഈ നമ്പർ എല്ലാം കൊടുത്തു. ഓക്കെ, റെഗുലർ ആണ്. റെഗുലർ കോമ്പോസിഷൻ എന്താണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. GST നമ്പർ ഒന്ന് കൊടുക്കണം. ആ GST നമ്പർ ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ,
ഓക്കെ, മന്ത്ലി GSTR 1 റെഗുലർ ആയതുകൊണ്ട് മന്ത്ലി എന്ന് കൊടുത്തു. ഇനി IFF ആണെങ്കിൽ നമ്മൾ ക്വാർട്ടർലി എന്ന് കൊടുത്താൽ മതി കേട്ടോ. IFF ചെയ്യുന്നതാണെങ്കിൽ ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റീസ് ആണെങ്കിൽ. ബാക്കിയുള്ള എല്ലാം നോ കൊടുത്ത് നമ്മൾ പതുക്കെ പ്രൊസീഡ് ചെയ്തു. ഇനി മെല്ലെ എൻ്റർ അടിക്കാം. ഫുൾ എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്ത് പോവാം. അപ്പൊ നമ്മൾ ഇവരുടെ പേരിലുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ F11 ഫീച്ചേഴ്സിലൊക്കെ പോയിട്ട് നമ്മൾ കമ്പനിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാണ്, ഈ ഒരു മാഡത്തിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാഡത്തിന്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇത്രയാണ്. റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാം. അതായത് മൗസ്, കമ്പ്യൂട്ടേഴ്സ്, പിന്നെ മൗസ്, സ്ക്രീന്, പിന്നെ എന്തൊക്കെയാ, റാം, പിന്നെ അതിന്റെ ബോർഡ്, ബാറ്ററി, സ്പീക്കർ, എല്ലാം സാധനം സെറ്റ് ചെയ്തിട്ട് VGA കേബിൾ, പവർ കേബിൾ, SMPS, ഇങ്ങനെയുള്ള ഹാർഡ് ഡിസ്ക്, ക്യാബിനറ്റ്, ഇതൊക്കെ മൊത്തത്തിൽ എല്ലാം പാടെ സെറ്റ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യാണ്, ഒരു കമ്പ്യൂട്ടർ ആക്കുന്നു. ആ കമ്പ്യൂട്ടർ ആക്കിയിട്ട് ആൾക്കാർക്ക് സെയിൽ ചെയ്യുന്നു. അപ്പൊ ഓരോ റോ മെറ്റീരിയലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. റോ മെറ്റീരിയൽ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യാണ്, പ്രോസസ് ചെയ്തിട്ട് ഒറ്റ പ്രൊഡക്റ്റ് ആക്കി മാറ്റാണ്. ആ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബേസിക് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന പ്രോബ്ലം ആണ്. ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആക്കി എടുത്ത് അത് നമുക്ക് ആദ്യം ഒരു പ്രോബ്ലം ആയിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. എല്ലാവരും നോട്ട് ചെയ്തോളി. എന്നിട്ട് അതിനനുസരിച്ച് ആ സാധനം നേരെ നമ്മൾ സിസ്റ്റത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ പോകണം. 1/4/2025 എല്ലാവരും നോട്ട് ചെയ്തോളെ. പിന്നെ അതിനനുസരിച്ച് എനിക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ. 1/4/2025 മാഡം ഈ സാധനം പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുന്ന ഇൻവോയ്സിന്റെ നമ്പർ 5101 വിചാരിച്ചോളൂ. ഇൻവോയ്സ് നമ്പർ 5101. നമുക്കൊരു 10 ഡേയ്സിന്റെ ക്രെഡിറ്റ് പീരീഡ് നമ്മുടെ സപ്ലയർ തരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് പോകണേ. അതിന് വേണ്ടിയിട്ടാണ് 10 ഡേയ്സിന്റെ ഒരു ക്രെഡിറ്റ് പീരീഡ് നമ്മൾ സപ്ലൈ തരുന്നു. ഇത് ഒമർഖാന്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു സാധനം കോമൺവെല്ലി മാഡം പർച്ചേസ് ചെയ്യുന്നത്. അനൂപ്ക്ക് എന്ത് ചെയ്യണ്ടേ, 10 ദിവസത്തെ ഒരു ക്രെഡിറ്റ് പീരീഡ് കോമൺവെല്ലി മാഡത്തിന് കൊടുക്കുന്നുണ്ട്. ഇൻവോയ്സിന്റെ നമ്പർ 5101. കോമൺവെല്ലി മാഡത്തിന് ഒരുപാട് ഗോഡൌൺ ഉണ്ടെന്ന് വെച്ചോളി. അതിൽ ഗോഡൌൺ 1ലേക്കാണ് എന്ത് ചെയ്യണത്, ഈ സാധനങ്ങളെല്ലാം തന്നെ അനൂപ്ക കൊണ്ടുപോയിട്ട് സാധനം ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് വെബിലൊക്കെ അടിച്ചിട്ട് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവത്തിലാണ് കൊടുക്കുന്നത്. മൊത്തം ഒരു 1,69,000 സാധനം ഉണ്ട്. അതുകൊണ്ട് തന്നെ വെബിലൊക്കെ അടിച്ചിട്ടായിരിക്കും അനൂപ്ക എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഡക്റ്റ് കോമൺവെല്ലി മാഡത്തിന് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ വന്നത് നോക്കാം. 1/4/2025 വന്നത് റാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് റാം ആണ്. 10 വാങ്ങിയിട്ടുണ്ട്. റാം 6 AM റാം 10 വാങ്ങി. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 700. റാം വാങ്ങി, അതിന്റെ പ്രൈസ് 700. ടൈപ്പ് ചെയ്ത് വിടണോ? ആണല്ലോ, അറിയാലോ അല്ലെ? ടൈപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി സൗകര്യമായിരിക്കും അല്ലെ? രണ്ടാമത്തത് ക്യാബിനറ്റ് 10, പ്രൈസ് 1500. ഓക്കെ, ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. റാം 10 700 രൂപ. ക്യാബിനറ്റ് 10 1500 രൂപ. ഹാർഡ് ഡിസ്ക് എല്ലാവരും ചെയ്തിങ്ങനെ പോയിക്കോളെ കേട്ടോ. എന്നാ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒന്നിച്ചിങ്ങനെ ചെയ്യാം. ഹാർഡ് ഡിസ്ക് 10 2500 രൂപ. മദർ ബോർഡ്, കമ്പ്യൂട്ടറിന്റെ ഓരോ പാർട്സുകളാണ്. ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് മാഡം ചെയ്യാം. മദർ ബോർഡ് 10 3500. കീബോർഡ് 10 300 രൂപ. 3500 എന്നുള്ളത് ഒരു 3000 ആയിക്കോളെ കേട്ടോ. കാൽക്കുലേഷൻ ഈസി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ മൗസ് 10 300 രൂപ. SMPS 10 1300 രൂപ. പവർ കേബിള് 10 100 രൂപ. VGA കേബിള് അറിയില്ലേ, പവർ കൊടുക്കുന്ന VGA കേബിള് 10 150. ഒരു LED, ഒരു 19 ഇഞ്ചിന്റെ LED മോണിറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ
എന്നിട്ട് 4500 രൂപ വരെ വെക്കാം. ഇതിന്റെ എല്ലാത്തിന്റെയും പെർസെന്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും മോണിറ്റർ വേണ്ടേ? മോണിറ്റർ അത് LED LED. LED വെച്ചു. ഇതെല്ലാം 18% വിചാരിച്ചോളെ, 18%. ഓക്കെ, ഇതിനെല്ലാം ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഇത് എത്ര ഉണ്ടാവും? 7000 ഉണ്ടാവും. ഇത് 15000 ഉണ്ടാവും. ഇത് 25,000 ഉണ്ടാവും. 30,000. 30,000 ഉണ്ടാവും. 3000. 3000. ഇത് 3000. 13,000. ഇത് 1000. 1500. 1500. ഇത് 40,000. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ ടോട്ടൽ വില എന്ന് പറഞ്ഞത്. പ്ലസ് അനൂപ് ഖാന്റെ കയ്യിൽ നിന്നാണ് ഈ സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ ഇതിനൊരു CGST ഉണ്ടാവും, ഇതിനൊരു SGST ഉണ്ടാവും. പെർസെന്റേജ് പറഞ്ഞു, CGST SGST ആയിട്ട് 9. നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്തുകൊണ്ടാണ് CGST വന്നത്? ഇൻട്രാസ്റ്റേറ്റ് ആയതുകൊണ്ട്. കോമൺവെല്ലി മാഡം കേരളത്തിലാണ്, അനൂപ് കിം കേരളത്തിലാണ്. അതുകൊണ്ട് CGST ഇത് നേരെ കേരളത്തിൽ പുറത്തുള്ള ഒരാളാണെങ്കിൽ നേരെ IGST ഉണ്ടാവും. ഞാനൊക്കെ പെർസെന്റേജ് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഓരോ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതി. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്ത പോലെ കണ്ടിന്യൂഷൻ ആയിട്ട് പതുക്കെ ഇങ്ങനെ പോവാം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ കോമൺവെല്ലി മാഡത്തിന് വേണ്ടിയിട്ട് അവരുടെ ബിസിനസിന് വേണ്ടിയിട്ട് കമ്പനി അക്കൗണ്ട് ചെയ്തു. ഫസ്റ്റ് പർച്ചേസ് നടക്കാൻ വേണ്ടി പോകണം. ഫസ്റ്റ് പർച്ചേസ് നടക്കുമ്പോൾ ക്രെഡിറ്റ് ആയിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. 10 ദിവസത്തെ ക്രെഡിറ്റ് പീരീഡ് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എവിടെ നിന്ന് തുടങ്ങാം? ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമ്മള് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. Create ചെയ്യണം. ആരൊക്കെയൊക്കെ വേണ്ടിയിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഒന്ന് അനൂപ്ക്ക് വേണ്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. GSTക്ക് വേണ്ടിയിട്ടുള്ള CGSTക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. SGSTക്ക് വേണ്ടിയിട്ടുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം അനൂപ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. സോ ഗേറ്റ് ഓഫ് ടാലിയിൽ പോയി ഗേറ്റിൽ പോകുന്നു, ലെഡ്ജറിൽ പോകുന്നു. സിസ്റ്റമുള്ള ആളുകളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് പോയിക്കോളെ. അനൂപ്കയുടെ പേരിൽ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടേഴ്സ് എന്നിട്ട് ഇതൊരു സെയിലർ ആണെന്ന് വിചാരിച്ചോളി. എന്താന്ന് കൊടുക്കാം? സൺഡ്രി ക്രെഡിറ്റർ കൊടുക്കാം. സപ്ലയർ ആയതുകൊണ്ട് സൺഡ്രി ക്രെഡിറ്റർ കൊടുക്കുന്നു. മെയിൻറ്റെയിൻ ബിൽ ടു ബില്ല് S കൊടുക്കാം. ഡിഫോൾട്ട് ക്രെഡിറ്റ് പീരീഡ് എത്രയാ? 0 ആണ്. 30 days കൊടുക്കാം. 30 ഡേയ്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. സാധാരണ നോർമൽ ക്രെഡിറ്റ് പീരീഡ് എത്രയാ വരിക നമുക്ക്? 10 days. 10 ഡേയ്സോ എത്രയാണോ വെച്ചാൽ അതുവരെ ഡിഫോൾട്ട് ആയിട്ട് എല്ലായിടത്തും 0 തന്നെ ആയിരിക്കും. പിന്നീട് ഓരോ പർച്ചേസിന് നമുക്ക് അനുസരിച്ച് ചിലത് ബിൽ ടു ബിൽ ആയിരിക്കും, ചിലത് 10 ദിവസം പറയും, ചിലത് 30 ഡേയ്സ് പറയും, അങ്ങനെ പല രീതിയിൽ പറയും. ഇപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ 10 ഡേയ്സ് എന്ന് പറഞ്ഞാണെങ്കിൽ 10 ഡേയ്സ് എന്ത് ചെയ്യാം? കൊടുക്കാം. ഇനി എപ്പോഴും ഇവരുടെ സ്റ്റാറ്റസ് 10 ഡേയ്സ് ആണെങ്കിൽ 10 ഡേയ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? അതും പ്രോസസ് ചെയ്ത് കൊടുക്കാം. ഇനി ചെക്ക് ഫോർ ക്രെഡിറ്റ് ഡേയ്സ് ഡ്യൂറിങ് അത് വേണ്ട, നമ്മൾ നോ കൊടുത്ത് മുമ്പോട്ടേക്ക് പോന്നു. നമ്മളെ മെയിലിംഗ് ഡീറ്റെയിൽസ് അനൂപ്ഖാന്റെ പേരിൽ നമ്മൾ കാര്യങ്ങൾ കൊടുക്കാം. അഡ്രസ് ജസ്റ്റ് അഡ്രസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് പോവാം. ആലുവ കൊടുത്തല്ലോ, ആലുവ കൊടുക്കല്ലേ? ഓക്കെ. ബാക്കിയുള്ള സ്റ്റേറ്റ് കൊടുക്കാം, ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. എത്ര കൊടുക്കാം അനൂപ്ക? മൈക്കൊക്കെ വീട്ടിൽ അനൂക്ക് പോയോ? അനൂക്ക മൈക്ക് വീട്ടാണല്ലോ. 683106. 683106. 3106. ഓക്കെ, അങ്ങനെ പതുക്കെ പോയി ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് ശരിക്കുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ തൽക്കാലം ഒന്നും അടിച്ചു കൊടുക്കുന്നില്ല. പാൻ കാർഡ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നമ്മള് GST ഉള്ള ഒരാളാണ്. GST ഇല്ലാത്ത ഒരാൾക്ക് മാത്രം എന്ത് ചെയ്താൽ മതി? പാൻ കാർഡ് കൊടുത്താൽ മതി. അപ്പൊ അനൂപ്കയുടെ GST നമ്പർ ഞാൻ അടിക്കാണ്. ഓക്കെ, ഇവിടെ GSTന്റെ സാധനം എന്തെങ്കിലും സെറ്റ് ചെയ്യണോ എന്ന് ചോദിച്ച് നോ കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് ബാലൻസോ കാര്യങ്ങളൊന്നും ഇവരായിട്ട് പ്രീവിയസ് ഹിസ്റ്ററി ആയിട്ട് ഇവർക്ക് കടം കൊടുക്കാനോ കിട്ടാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ എൻഡ് അടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മുമ്പോട്ടേക്ക് വന്നു. അപ്പൊ അനൂപ്കയുടെ പേരിൽ ഇങ്ങനെയാണ് നമ്മളൊരു ക്രെഡിറ്റർ ഉണ്ടെങ്കിൽ അയാളുടെ ക്രെഡിറ്റ് പീരീഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം? ഈ രീതിയിൽ സെറ്റ് ചെയ്ത് പോകാം. ഇനി ഇതേപോലെ നമുക്ക് ഒരു പർച്ചേസിന്റെ ലെഡ്ജർ ഉണ്ടാക്കണം. അത് നമുക്ക് ആ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ വെച്ച് ഉണ്ടാക്കാം. ഏതായാലും നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലേ, ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്തു പോവാം.
ഓക്കെ. പർച്ചേസ് പിന്നെ എങ്ങനെയാ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു. GST അപ്ലിക്കബിൾ ആണോ ചോദിക്കുന്നുണ്ട്. സോ അപ്ലിക്കബിൾ ആണ്. GSTന്റെ പെർസെന്റേജ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നുള്ളത് കൃത്യമായി കൊടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നേരെ സേവ് ചെയ്ത് പോവാം. പർച്ചേസിൽ എന്തായാലും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. ഇനി നമ്മള് GSTന്റെ കാര്യം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ഇൻപുട്ട് പർച്ചേസിന്റെ GST വേറെ കിട്ടണം, സെയിൽസിന്റെ GST വേറെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യില്ലെങ്കിൽ CGST ആയിട്ട് നേരെ SGST CGST തന്നെ കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോ ഇൻപുട്ട് GST തന്നെ കൊടുക്കണം. ഇൻപുട്ട് ഇൻപുട്ട് GST സോറി ഇൻപുട്ട് ഇൻപുട്ട് CGST 9%. ഇവിടെ നമ്മള് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് കൊടുക്കുന്നു. ഇവിടെ GST എന്നുള്ള കൊടുക്കാം. CGST ആയതുകൊണ്ട് സെൻട്രൽ ടാക്സ് കൊടുക്കാം. പെർസെന്റേജ് ഓഫ് കാൽക്കുലേഷൻ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റൗണ്ടിങ് മെത്തേഡ് ഏത് റൗണ്ടിങ് മെത്തേഡിലാണോ എന്നുള്ളത് അപ്പൊ നോർമൽ റൗണ്ടിങ് കൊടുക്കാം. ഏറ്റവും നല്ല നോർമൽ റൗണ്ടിങ് ആണ്. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ നേരെ അടിച്ചിട്ട് എന്ത് ചെയ്യാം, മുമ്പോട്ടേക്ക് പോവാം. ഇത്രയും പണിയുള്ളൂ ഇൻപുട്ട് CGSTയുടെ. ഇനി അടുത്തത് ഇൻപുട്ട് SGST ആണ്. ഇതേപോലെ ഇത്രയേ ഉള്ളൂ. ഇവിടെ GST ആക്കാം, സെൻട്രൽ ഉള്ളത് സ്റ്റേറ്റ് ആക്കാം. മുമ്പ് നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഇത് ഓടിച്ചു പോകുന്നത്. നോർമൽ റൗണ്ടിങ് തന്നെയാണ് നല്ലത്. നേരെ എന്ത് ചെയ്യാം, സേവ് ചെയ്ത് പോവാം. അപ്പൊ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും കാരണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കഴിഞ്ഞത്. ഇനി സാധാരണ രീതിയിൽ എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്, എല്ലാത്തിനും നമ്മൾ ഒരു എന്താ പറയാ, ഒരു സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ അന്ന് ഇന്നൊക്കെ ചെയ്തു വരുന്നത്. അപ്പൊ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്ന രീതിയല്ല, ഒരു കാറ്റഗറി ആക്കി ഒരു വൃത്തിയാക്കി പോകുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഒരു സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. സ്റ്റോക്ക് ഗ്രൂപ്പ് ആണ് നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബേസിക്സ് എല്ലാം റെഡി ആക്കിയിട്ട് പോകണം. സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതായത് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആ റോ മെറ്റീരിയലിലേക്കാണ് ഈ വരുന്ന റാം ആവട്ടെ, ക്യാബിനറ്റ് ആവട്ടെ, പിന്നെ സ്പീക്കറും കമ്പ്യൂട്ടറും മോണിറ്ററും എല്ലാം എന്ത് ചെയ്യണം, ആ ഒരു റോ മെറ്റീരിയലിന്റെ കാറ്റഗറിയിലേക്ക് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റോ മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. സോ ഗേറ്റ് ഓഫ് ടാലിയിൽ പോകുന്നു. ഗേറ്റിൽ പോയിട്ട് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റോക്ക് ഗ്രൂപ്പിനകത്ത് നമ്മൾ ആദ്യം പേര് കൊടുക്കുക റോ മെറ്റീരിയൽ. ഓക്കെ, ക്ലിയർ ആവുന്നല്ലേ? ഇതൊക്കെ ഓൾറെഡി നമ്മൾ മുമ്പേ ചെയ്ത് കഴിഞ്ഞാണ്, അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റിൽ പോകുന്നത്. ഇതിന്റെ മുമ്പത്തെ പ്രോബ്ലംസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. റോ മെറ്റീരിയൽ കൊടുക്കുന്നു. ഇനി അതിന്റെ എലിയാസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അണ്ടർ ഇപ്പോ നിലവിൽ പ്രൈമറി ഉണ്ടെന്നോട്ടെ. ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ടു ബി ആഡഡ്. യെസ്, അത് നമുക്ക് എന്തായാലും ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനുണ്ട്. പിന്നെ സെറ്റ് ഓർഡർ GST സെറ്റ് ചെയ്യണോ ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, യെസ് ആക്കി കൊടുക്കാം. ഇനി അതിന്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽ ഫോർ കമ്പ്യൂട്ടർ എന്ന് കൊടുക്കാം. ഓക്കെ, റോ മെറ്റീരിയൽ അങ്ങനെ കൊടുക്കാം. HS കോഡ് നമുക്ക് അറിയുന്ന പോലെ കമ്പ്യൂട്ടർ HS കോഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാലോ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ HS കോഡ് കിട്ടും, അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ടാക്സബിൾ ആണെങ്കിൽ ടാക്സബിൾ എന്ന് കൊടുക്കാം. നില്ലാണെങ്കിൽ നില്ല് കൊടുക്കാം. സീറോ റേറ്റഡ് ആണെങ്കിൽ അത് കൊടുക്കാം. ഞാനിപ്പോ ഇത് ടാക്സബിൾ പെർസെന്റേജ് ആയതുകൊണ്ട് തന്നെ അത് കൊടുക്കുന്നു. ഇതിന്റെ പെർസെന്റേജ് എന്ത് ചെയ്യാം, ഇവിടെ സെറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു, മുമ്പോട്ടേക്ക് പോകുന്നു. ക്ലിയർ ആയല്ലോ? നമ്മൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലെഡ്ജറുകളും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സംഭവത്തിന് ഒരു ഗോഡൗൺ വേണം. റോ മെറ്റീരിയൽ ഗോഡൗൺ എന്നൊരു ഗോഡൗൺ, അല്ലെങ്കിൽ ഗോഡൗൺ 1 എന്നോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു, കാരണം ഈ വരുന്ന അനൂക്കാന് വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് 2-3 സ്ഥലത്ത് കൂടെ ഒക്കെ പോകേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന ഒരു എപ്പോഴും നമ്മൾ ഗോഡൗണുകളൊക്കെ ആക്കി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും എത്ര സാധനങ്ങൾ ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയെങ്കിലും ഒപ്പിച്ച് ചെയ്തു പോയത് കൃത്യമായിട്ടും റോ മെറ്റീരിയലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്തു പോവാം. അപ്പൊ റോ മെറ്റീരിയൽ എങ്ങനെ റോ മെറ്റീരിയൽ ഗോഡൗൺ എങ്ങനെ ഉണ്ടാക്കാം? ക്രിയേറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിലവിലുള്ള സാധനത്തിന് നമുക്ക് ഒരു ഗോഡൗൺ റോ മെറ്റീരിയൽ ആക്കാം, നിലവിലുള്ള ഒരു സാധനത്തിന്. അപ്പൊ എന്ത് ചെയ്യാം, ഓൾട്ടർ അടിച്ചു കൊടുത്താൽ മതി. ലൊക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ചിലതിൽ ലൊക്കേഷൻ ഉണ്ടാവും, ചിലതിൽ വേറെ എന്തെങ്കിലും പേരായിരിക്കും. ഈ മെയിൻ ലൊക്കേഷന്റെ പേര് മാറ്റി നമുക്ക് റോ മെറ്റീരിയൽ ആക്കാം. ഇങ്ങനെ ചെയ്യാം. അതല്ല വേറെ സാധനം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് പോവാം. ക്ലിയർ ആയോ? അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കോണമെന്നാക്കിയിട്ട് വേണമെങ്കിൽ ഷോപ്പ് നോക്കാം. നമ്മുടെ ഷോപ്പിൽ എത്ര ഉണ്ട്, അല്ലെങ്കിൽ ഷോപ്പ് നന്നാക്കുന്നിടത്ത് എത്ര ഉണ്ട്, ഷോപ്പിന്റെ ഇപ്പൊ വേണമെങ്കിൽ എന്താ പറയാ, ഒരു ഫ്രണ്ട് ഡിസ്പ്ലേന്റെ അടുത്ത് വേണമെങ്കിൽ ആ ഡിസ്പ്ലേന്റെ സംഭവം വെക്കാം. അതിന് പിന്നാലെ നന്നാക്കുന്ന സ്ഥലത്ത്, മൊത്തം അസംബിൾ ചെയ്യുന്ന സ്ഥലത്ത്
ഷോപ്പ് 1, ഷോപ്പ് 2, ഷോപ്പ് 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അസംബ്ലിംഗ് ഏരിയയിൽ എത്ര ഉണ്ട്, മറ്റൊരുത്ത് എത്ര ഉണ്ട്, എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഷോപ്പ് എന്ന് കൊടുക്കുകയാണ്. ഷോപ്പ് എന്ന് കൊടുത്തു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ ഈ റോ മെറ്റീരിയൽ എന്ന് മറ്റെന്ന് പറയുന്ന എല്ലാവരും അല്ലേ നമ്മുടെ മെയിൻ ഷോപ്പാണ് ഇത് അല്ലെ. ആ ഷോപ്പിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ സാധനം കൊണ്ടുവരുന്നത്. ബാക്കി എലിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. എന്നിട്ട് പ്രൈമറി ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് പോവാം. ആണല്ലോ, സെറ്റ് ആണല്ലോ? ഉം. ഹലോ, ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് യൂണിറ്റ് നമ്മള് യൂണിറ്റ് മെയിൻ ഗോഡൌണിനെ നമ്മള് ഒരു ഷോപ്പാക്കി മാറ്റി. ഇനി എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ഗോഡൌൺ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇത് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യും, ഒരു പുതിയ ഗോഡൌൺ എടുക്കാം. ഷോപ്പ് 1 എന്നോ അല്ലെങ്കിൽ ഗോഡൌൺ 1 എന്നോ എന്തെങ്കിലും കൊടുക്കാം. എങ്ങനെയാണോ നമ്മൾ ബിസിനസ്സിന് ആവശ്യമുള്ളത് അതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ഗോഡൌൺ നമുക്ക് ഉണ്ടാക്കി വെച്ചു, അതേപോലെ സ്റ്റോക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണോ സാധനം സെയിൽ ചെയ്യണത് ആ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പീസ് ആയിട്ടാണോ, നോസ് ആയിട്ടാണോ, കണ്ടെയ്നർ ആയിട്ടാണോ, ബോക്സ് ആയിട്ടാണോ, പിന്നെ രണ്ടെണ്ണം ഒന്നിച്ചിട്ടാണോ, ഏത് രീതിയിലാണോ നമ്മൾ സെയിൽ ചെയ്യണത് അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു യൂണിറ്റ് ഓഫ് ആ ഒരു സംഭവം എന്ത് ചെയ്യാം, നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഡേറ്റിൽ പോവാം. ഡേറ്റിൽ പോയിട്ട് സ്റ്റോക്ക് യൂണിറ്റ് ഉണ്ടല്ലോ ഇവിടെ, യൂണിറ്റ് എടുക്കാം. യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാം, സിമ്പിൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ നോസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിന് നമ്മൾ എന്താ വിളിക്കാം, നമ്പേഴ്സ് എന്നായിരിക്കും അല്ലെ. നോസിന് ശരിക്കും നമ്പേഴ്സിലാണ് നമ്മൾ സെയിൽ ചെയ്യാം. UQC എങ്ങനെ വരാം, ഇവിടെ നോസ് അടിച്ചെടുത്താൽ നോസ് നമ്പേഴ്സ് എന്നുള്ളതാണ് യൂണിറ്റ് കോഡ്. UQC എന്നുള്ളത് നിർബന്ധം കേട്ടോ. പല സ്ഥലങ്ങളിലും ഇത് കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു തീരെ റിസൾട്ട് കിട്ടൂല. ഓക്കെ. ഇനിയുള്ളത് 0 ആണ്. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസിൽ 0 കൊടുക്കാം. നേരെ സേവ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനി എന്താ നമുക്ക് വേണ്ടത്? അപ്പൊ ബേസിക് ആയിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞില്ലേ? വരാനുള്ള സാധനങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തു. ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ഒരു ഫസ്റ്റ് രണ്ടാമത്തെ മൂന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു അക്കൗണ്ട്സിലേക്ക് നമ്മൾ ആദ്യം കയറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇനിയുള്ളത് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. ഇനി വേണ്ടത് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിൽ ക്രിയേറ്റ് പോവാം. സ്റ്റോക്ക് ഐറ്റം സ്റ്റോക്ക് ഐറ്റത്തിൽ പോവാം. എന്നിട്ട് ഓരോ ഐറ്റംസും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓരോ ഐറ്റംസ് എന്ത് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് വലിയൊരു മനക്കട പരിപാടിയാണ്. ഓരോ ഐറ്റംസ് അടിച്ചടിച്ച് കയറ്റി വരുമ്പോൾ ഒരുപാട് സമയം പോകും. നമ്മൾ നേരത്തെ ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ അടിച്ചടിച്ച് കയറ്റി പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ലെവലിൽ പോവാം. മൾട്ടിപ്പിൾ സാധനങ്ങൾ ചെയ്യാം. വെരി ഗുഡ്. ഇതുവരെ ചെയ്ത എല്ലാം നമ്മൾ സിംഗിൾ ആയിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ പതുക്കെ ഓരോ സ്റ്റേജിലും നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസം വരുത്തുന്നത് നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾ മാറ്റം വരുത്താം. അപ്പൊ നമ്മള് മൾട്ടിപ്പിൾ സ്റ്റോക്ക് ക്രിയേഷനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മൾട്ടിപ്പിൾ സ്റ്റോക്ക് ക്രിയേഷൻ. സ്റ്റോക്ക് ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ആദ്യം നമുക്ക് എന്തായിരുന്നു, ഹലോ, ആദ്യം ഏതാ ഐറ്റംസ് വന്നേ? റാമാണോ? റാമല്ലേ? ആദ്യത്തെ റാമ നമുക്കൊന്ന് സിംഗിൾ ആയിട്ട് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ എന്താ ചെയ്യാം, മൾട്ടിപ്പിൾ ചെയ്യാം. പഴയത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റാം കൊടുക്കുന്നു. എന്ത് ചെയ്യണ്ടേ പറഞ്ഞാൽ എലിയാസ് കൊടുക്കുന്നു. രണ്ട് ഹലോ പറയ മനുഷ്യന്മാരെ, റോ മെറ്റീരിയൽ കൊടുക്കുന്നു. നോസ് എങ്ങനെയാണ്, നോസ് ഒക്കെ കൊടുക്കുമ്പോൾ ഈ NOS ഡോട്ട് ഒരു ഡോട്ട് ഒക്കെ ഇട്ടോണ്ട് കേട്ടോ. അപ്പൊ റിപ്പോർട്ടിങ്ങിലൊക്കെ ഒരു സുഖം ഉണ്ടാവും. NOS ടൈപ്പ് ചെയ്യുന്ന പോലെ NOS ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മളെ പ്രൊഫഷണലിസത്തിനൊക്കെ ബാധിക്കും. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ചില ആളുകൾ പ്രിന്റ് എടുത്ത സാധനം നല്ല രസമുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ടാവും. അപ്പൊ നോസ് കൊടുക്കാം. പിന്നെ സെറ്റ് കോമ്പോണന്റ് ഇതെന്ത് കൊടുക്കണോ? ഒന്നും കൊടുക്കണ്ട. ഓക്കെ. GST ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നമ്മൾ അപ്ലിക്കബിൾ കൊടുക്കാം. പിന്നെ സെറ്റ് ഓൾട്ടറോട് കൊടുക്കണോ? വേണ്ട. ഇവിടെ ഒന്നും നമ്മൾ കൊടുക്കണ്ട. ഗുഡ്സ് ആണോ സർവീസ് ആണോ അത് നോക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ കടിച്ചിട്ട് എന്ത് ചെയ്യാം, നേരെ സേവ് ചെയ്യാം. ഇങ്ങനെയാണ് സിംഗിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം? മൾട്ടിപ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗേറ്റ് ഓഫ് ടാലിയിൽ പോവാം.
ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കാം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കാം. Yes. അതിനകത്ത് സ്റ്റോക്ക് ഐറ്റംസ് എടുക്കാം. ഓക്കെ, ഇത് നമ്മള് കീബോർഡിൽ Alt+H കൊടുക്കാം. Alt+H കൊടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ വരും. മൾട്ടി ക്രിയേറ്റ്, മൾട്ടി ഓൾട്ടർ, JST സെറ്റപ്പ് ഒക്കെ വരും. Alt+H ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ മൾട്ടി ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, മൾട്ടി ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, മൾട്ടി ക്രിയേറ്റ് കൊടുക്കാം. മൾട്ടി ക്രിയേറ്റ് കൊടുക്കാം. ഇവിടെ നമ്മൾ അണ്ടർ ഗ്രൂപ്പ് എന്നുള്ളടത്ത് മെറ്റീരിയൽ സാർ കൊടുക്കാം. ഒന്നുകൂടി പറയൂ. സാർ ഒന്നുകൂടി പറയൂ പ്ലീസ്. ഇവിടെ പഴയ മൾട്ടിക്രിയേറ്റ് നാളെ റെക്കോർഡിംഗ് കിട്ടും. ഗേറ്റ് ഓഫ് ടാലി, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, സ്റ്റോക്ക് ഐറ്റം ചെയ്തു നോക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്തു നോക്കില്ല. സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഐറ്റത്തിന് ഇങ്ങനെ ഒരു സംഭവം വരും. ഇവിടെ Alt+H എന്നുള്ളത് ഒന്നിച്ചടിക്കാം. അപ്പൊ ലിസ്റ്റ് ഓഫ് മൾട്ടി മാസ്റ്റേഴ്സ് വരും. അതിനകത്ത് മൾട്ടി ക്രിയേറ്റ് എന്നുള്ളടത്ത് മൾട്ടി ക്രിയേറ്റ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. അണ്ടർ ഗ്രൂപ്പ് നമ്മൾ ഇതെല്ലാം ഒറ്റയടിക്ക് കയറ്റാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇത് ഇവിടെയും കയറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ പർച്ചേസ് ചെയ്യുന്നിടത്ത് അവിടെ തന്നെ കയറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ബേസ് അറിയാത്ത ആളുകൾക്കും എല്ലാവർക്കും എല്ലാ രീതിയും പോട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. റോ മെറ്റീരിയൽ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് റാം കഴിഞ്ഞിട്ട് റാം കയറ്റി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് അടുത്തത് ഏതാ? ക്യാബിനറ്റ്. ക്യാബിനറ്റ്. റോ മെറ്റീരിയലില് വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ ക്വാണ്ടിറ്റി 10. ക്വാണ്ടിറ്റി അവിടെ കൊടുക്കുന്നില്ല. അത് ഓപ്പൺ സ്റ്റോക്ക് അല്ലല്ലോ, നേരെ കൊടുക്കുക. ഹാർഡ് ഡിസ്ക് കൊടുത്തു. മദർബോർഡ് നോസ് കൊടുത്തു. കീബോർഡ്. വെരി ഗുഡ്. SMPS SMPS ഇത് പവർ സപ്ലൈന്റെ ഒരു മെഷീൻ ആട്ടാ. SMPS പവർ കേബിൾ പവർ കേബിൾ, VGA കേബിൾ, LED. എത്ര ഇഞ്ച്? 25 ഇഞ്ചോ? എത്ര ഇഞ്ച്? 19 ഇഞ്ച്. എത്രയിലോട്ട്? ഓക്കെ, എത്രയാട്ടെ? സാധനം സേവ് ചെയ്ത് കഴിഞ്ഞു, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇത്രയും ഐറ്റംസ് നമ്മൾ ഒറ്റ ഡെവലപ്പ് ഇത് നേരെ കണ്ടപ്പോ റോ മെറ്റീരിയൽ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഒറ്റയടിക്ക് സാധനങ്ങളെല്ലാം ഒറ്റയടിക്ക് വന്നു. നമുക്ക് ഒരുപാട് പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് ഈ പണികളെല്ലാം വന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ നേരത്തെ അടിച്ച റാം ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. നേരത്തെ അടിച്ച റാം സിംഗിൾ ആയിട്ട് അടിച്ച ഗേറ്റ് സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. നമ്മൾ നേരെ ബേസിക് ആയിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞു. നമ്മൾ ആദ്യം കമ്പനി ക്രിയേറ്റ് ചെയ്തു. ആരുടെ അടുത്താണോ പർച്ചേസ് ചെയ്യുന്നത് അവര് വെച്ചു. അവരുടെ ക്രെഡിറ്റ് പീരീഡ് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് സാധനങ്ങൾ അടിപൊളിയാക്കി ചെയ്തു വെച്ചു. അതിന് ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിനുവേണ്ടി നോസ് ഉണ്ടാക്കി, പിന്നെ GST കാൽക്കുലേഷൻ റെഡിയാക്കി, പിന്നെ സ്റ്റോക്ക് ഐറ്റംസ് സിംഗിൾ ആക്കി ഉണ്ടാക്കി, മൾട്ടി ആയിട്ട് ഉണ്ടാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനം അനൂപ്കയുടെ കയ്യിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്തതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നേരെ പോവാം. ഗേറ്റ് ഓഫ് ടാലി പോകുന്നു, വൗച്ചേഴ്സിൽ പോകുന്നു. വലതു ഭാഗത്തുള്ള F9 പർച്ചേസ് എടുക്കുന്നു. കപ്പയുടെ ഇൻവോയ്സ് നമ്പർ ഞാൻ പറഞ്ഞിരുന്നു. എത്ര നമ്പർ? 1500 എന്തോ പറഞ്ഞില്ലായിരുന്നു. 5101. 5101. ഡേറ്റ് നമുക്ക് ഒന്ന് കൊടുക്കാം. 1/4/2025 കൊടുക്കാം. ഓക്കെ, പാർട്ടിയുടെ നെയിം ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനൂപ്ക കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് എൻ്റർ അടിക്കാം. മുമ്പോട്ടേക്ക് പോവാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സ്റ്റേറ്റ്, GST നമ്പർ, ഈ സാധനം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്താം. പർച്ചേസിന് വേണ്ട ലെഡ്ജർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെഡ്ജർ പർച്ചേസ് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വേണ്ട കാര്യങ്ങൾ അതുപോലെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നെയിം ഓഫ് ഐറ്റം എന്തൊക്കെയാണ് നമ്മൾ ആ പർച്ചേസ് ചെയ്തെന്നുള്ള ആ സംഭവങ്ങൾ എന്ത് ചെയ്യാം? ഓരോന്നോരോന്ന് അടിച്ചു കൊടുക്കാം. പർച്ചേസ് ചെയ്ത ഫസ്റ്റ് ലൊക്കേഷൻ നമ്മൾ എവിടെ പറഞ്ഞിരുന്നത്? ഒരു ഗോഡൌൺ 1ലേക്കാണ് ഈ സാധനം വരുന്നതെങ്കിൽ ഗോഡൌൺ 1 കൊടുക്കാം. എത്ര എണ്ണാണോ എണ്ണം കൊടുക്കാം. പ്രൈസ് എത്രയാണോ അത് കൊടുക്കാം. ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? ഈ 5000 ഈ പ്രൈസ് വരും. നമ്മൾ എന്ത് ചെയ്യാം? എൻ്റർ അടിച്ചു കൊടുക്കാം. അല്ലേ? റെഡി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? എൻ്റർ അടിക്കാം. അത് സാധനം എന്തായിരുന്നു?
ക്യാബിനറ്റ് ടെന്നോസ് 1500. ഇവിടെ ഗോഡൌൺ അല്ലേ, ഗോഡൌൺ വണ്ണിക്കാൻ അടിക്കണം. നമുക്ക് ഓരോ ഗോഡൌണില് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാ. ഗോഡൌൺ വൺ അടിക്കുന്നു, സോറി ഗോഡൌൺ വൺ അടിക്കുന്നു, 10 അടിക്കുന്നു, ടെന്നോസ് 1500. 1500 അടിക്കാം ഇതല്ലേ. ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് ടെന്നോസ് ഗോഡൌൺ ഗോഡൌൺ 1 1 10 2500. 2500 25,000 രണ്ടടിക്കുന്നു പോകുന്നു. മദർ ബോർഡ് മദർ ബോർഡ് ഗോഡൌൺ 10 എണ്ണം 3500. 3500. പർച്ചേസ് ചെയ്യണം. ഹലോ 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 3500 3,000. 3000. 3000. ഓക്കെ, മദർ ബോർഡ് കഴിഞ്ഞു. ദെൻ കീബോർഡ് ടെന്നോസ് ഗോഡൌൺ 1 300. ഓക്കെ. SMBS മൗസ് ഇല്ലേ, മൗസ് ഇല്ലേ അതിന്റെ ഇടയിൽ? ഓക്കെ, മൗസ് ഗോഡൌൺ 1 10 300. ഇതൊക്കെ സ്പീഡ് അടിച്ചു പോവാണ്. ഇനിയിപ്പോ ഇതിനൊന്നും സമയം കളയുന്നില്ല. SMBS ഗോഡൌൺ 10 1300. 1300. പവർ കേബിള് പവർ കേബിള് ടെന്നോസ് ഗോഡൌൺ ഗോഡൌൺ 1 10 100 rupees. VGA കേബിൾ VGA കേബിള് ഗോഡൌൺ ടെന്നോസ് ഇവിടെ 1 number rate. റെഡി. 100. LED 4500. റെഡി. Input. ഇത്ര എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാല് Input CGST. Input HGST. ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. ഇൻപുട്ട് SGST. ഓക്കെ, നമ്മൾ പറഞ്ഞ എമൗണ്ടിലേക്ക് എത്തിയോ? അതില് മദർ വ്യത്യാസം ബോർഡ് ഉണ്ടെങ്കിലും 3500. അല്ല, നമ്മള് മാറ്റിയെന്നല്ല കാൽക്കുലേഷന് വേണ്ടിട്ട്. മദർ ബോർഡ് 3500 അല്ലേ? 3000 ആണ് നമ്മൾ അതിന്റെ കാൽക്കുലേഷന് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? ഓക്കെ, 1,69,330. എല്ലാവരും കിട്ടാം. നേരെ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഇവിടെ ഇ-വേ ബില്ല് വേണമെന്നുണ്ടെങ്കിൽ ഇ-വേ ബില്ലിന്റെ കാര്യങ്ങളൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇ-വേ ബില്ല് എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇ-വേ ബില്ല് കൊടുക്കണമെങ്കിൽ എസ് കൊടുക്കാം. ഇ-വേ ബില്ലിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെയാണോ അതിന്റെ എവിടുന്നാണ് അതിന്റെ പാർട്ടി എയും പാർട്ടി ബിയും ഇവിടുന്ന് ഫില്ല് ചെയ്യുക. ഇവിടുന്ന് ഫില്ല് ചെയ്ത് അതിന്റെ നമ്പർ കിട്ടുമ്പോൾ നമ്പർ അവിടെ ഡൗൺലോഡ് ചെയ്യാം. തൽക്കാലം നമ്മൾ നോ കൊടുക്കാണ്. നോ കൊടുത്തു പോകരുത്. ഇ-വേ ബില്ല് നിർബന്ധമാണ് 50,000 മുകളിലാണെങ്കിൽ. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ന്യൂ റഫ് കൊടുക്കണോ? ന്യൂ റെഫറൻസ് പുതിയതല്ല, ഫസ്റ്റ് ചെയ്യില്ല. ഫസ്റ്റ് സംഭവം ആയതുകൊണ്ട് ന്യൂ റെഫറൻസ് തന്നെ എന്ത് ചെയ്യാം? അല്ല, ഇനി എപ്പോ പർച്ചേസ് ചെയ്യണമെങ്കിൽ ന്യൂ റെഫറൻസ് തന്നെ കൊടുക്കണം. ആ, അപ്പൊ നമ്മളിങ്ങനെ കൊടുത്തു. അങ്ങനെ തന്നെ ന്യൂ റെഫറൻസ് കൊടുത്തു 5101. ഈ 10 ഡേയ്സ് ഈ 10 ഡേയ്സിന്റെ സാധനം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്താണ്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ സെറ്റപ്പ് അവിടെ നേരെ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ 0 ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളനുസരിച്ച് എന്ത് ചെയ്യാം, ഡേറ്റും കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം. 1,69,330 രൂപ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. നരേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും കൊടുക്കാം. നമുക്ക് ബീങ് ഗുഡ്സ് പർച്ചേസ്ഡ് എന്നോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഈ ഒരു സംഭവം കഴിഞ്ഞു. ഈ മുമ്പ് നമ്മൾ ടാക്സ് അനാലിസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ടാക്സ് അനാലിസിസ് ചെക്ക് ചെയ്യാം? ടാക്സ് അനാലിസിസ് ജസ്റ്റ് ബാക്ക് അടിക്കുന്നു, എന്നിട്ട് കൺട്രോൾ. ഹലോ, എങ്ങനെ കൺട്രോൾ ഓ അടിക്കുന്നു. ആയിവാ, GST അനാലിസിസ് നമുക്ക് കിട്ടും. എങ്ങനെയാ? കൺട്രോൾ ഓ അടിച്ചിട്ട്
ഹലോ റോ അടിക്കുക, എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. ആൾട്ട് ചെയ്യാം. അനാലിസിസ്. ആൾട്ട് ചെയ്യാല് ക്ലിക്ക് ചെയ്യാം അല്ലെ? ഉം. എന്നിട്ട് എന്തോ പറയണ്ടല്ലോ, എൻ്റർ ചെയ്യും. ഇവിടെ എന്തോ പറയണ്ടല്ലോ, ദിസ് വൗച്ചർ ഹാസ് എൻ്റർ 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 ഇതിവിടെ എൻ്റർ ചെയ്യാം. എങ്ങനെ വരുള്ളത്? വൗച്ചറിൽ പോകുന്നു, കൺട്രോളോ ഇങ്ങനെയാണ് ടാക്സ്. അതായത് സെയിം വൗച്ചർ എടുക്കാം, സെയിം വൗച്ചർ എടുത്തിട്ട് അവിടെ കൺട്രോൾ ഓ അടിക്കാം. കൺട്രോൾ അടിക്കുമ്പോൾ എല്ലാത്തിന്റെയും ഡീറ്റെയിൽ വിശദമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും ഇല്ലേ? അതിന്റെ എല്ലാം വന്നിട്ടുണ്ടാവും, HSN കോഡും അതിന്റെ ടാക്സും ടാക്സിന്റെ പെർസെന്റേജും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ടാക്സിന്റെ റേറ്റ് വന്നിട്ടില്ല സാറേ. വലതു ഭാഗത്തുണ്ടല്ലോ എത്രയാണ് അതിന്റെ എമൗണ്ട് എന്നുള്ളത്. റേറ്റ് ഇവിടെ വരുന്നില്ല, ടാക്സ് റേറ്റ് ഇവിടെ വരണമെന്നില്ല. ഈ വലതു ഭാഗത്തുള്ള ഡീറ്റെയിൽ ടാക്സ് റേറ്റ് വരും. അവിടെ പ്രൊഡക്റ്റിന് സാറ് കൊടുത്തിട്ടില്ല. എങ്ങനെ? യൂണിറ്റ് പ്രൊഡക്റ്റ് റോ മെറ്റീരിയലിലെ ഓരോന്നിലും ടാക്സ് കൊടുത്താലേ വരുള്ളൂ. നമ്മൾ ഈ പറയുന്ന റോ മെറ്റീരിയൽ എന്നുള്ള സംഭവത്തിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടോ? ടാക്സിന്റെ പെർസെന്റേജ് 9% നമ്മൾ എല്ലായിടത്തും ആഡ് ചെയ്തില്ലേ? ഇത് എല്ലാത്തിന്റെയും 9% ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ടാക്സിന്റെ കാൽക്കുലേഷൻ വന്നിട്ടുണ്ടാവും. അപ്പൊ കൺട്രോൾ ഓ ആണ് ടാക്സ് അനാലിസിസ് എടുക്കേണ്ടത്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഇനി നേരെ എസ്കേപ്പ് അടിച്ച് പോവാം. നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, പർച്ചേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു പോയി. ഇനി ഇതിനെ വെച്ചിട്ട് ഇനി ഒരുപാട് സാധനം പർച്ചേസ് ചെയ്യുന്നവർ കാണിക്കുന്നില്ല. ഇതിന്റെ ഓൾറെഡി ഇൻട്രാസ്റ്റേറ്റ് വിൻഡോസ്റ്റേറ്റ് ഒക്കെ നമ്മൾ പഴയ ഒരു സാധനത്തിൽ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. ഇനി നമ്മൾ ഇതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് കിടക്കാണ്. ഇത്രയും സാധനങ്ങൾ നമ്മുടെ അടുത്ത് വാങ്ങി, അപ്പൊ ഇത്ര സാധനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ സ്റ്റോക്ക് എത്ര ഉണ്ട്? ഇനി സ്റ്റോക്ക് സമ്മറി എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും അല്ലെ? 1,43,000 ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. മൊത്തം 100 സാധനങ്ങളുണ്ട്. ഓരോന്നിന്റെ വാല്യൂം കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ വെച്ചിട്ട് ഒരു മാനുഫാക്ചറിങ്ങിന്റെ പരിപാടിയിലേക്ക് പോകണം. മാനുഫാക്ചറിങ് പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ക്രിയേറ്റിൽ പോവാം, വൗച്ചർ ടൈപ്പിൽ പോവാം. ഇവിടെ മാനുഫാക്ചറിങ് എന്ന സംഭവം ഉണ്ടാക്കാം. ജേണല് മാനുഫാക്ചറിങ് ജേണൽ എന്ന് പറഞ്ഞ ജേണൽ ഉണ്ടാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചർ എന്നുള്ളടുത്ത് സ്റ്റോക്ക് ജേണൽ എന്ന് കൊടുക്കാം. സ്റ്റോക്ക് ജേണൽ എന്ന് കൊടുക്കാം. നമുക്ക് എൻ്റർ അടിക്കാം. ആക്ടിവേറ്റ് എന്നുള്ളത് ഓൾറെഡി എസ് ആയിട്ടുണ്ടാവും, അവിടെ ഉണ്ടാവും. ഈ മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്ക് എപ്പോഴും നല്ലത് ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പണിയെടുത്ത് അങ്ങനെ പോയിക്കോളും. സോ നമുക്ക് എന്തെങ്കിലും ഓട്ടോമാറ്റിക് തന്നെ കൊടുക്കാം. അഡ്വാൻസ്ഡ് കോൺഫിഗറേഷൻ ഇപ്പൊ നമ്മൾ നോ ആക്കി കൊടുക്കുന്നു. അടുത്ത സ്റ്റേജ് നോ ആക്കി കൊടുക്കുന്നു. സീറോ വാല്യൂ ട്രാൻസാക്ഷൻ നോ കൊടുക്കുന്നു. സീറോ വാല്യൂ ട്രാൻസാക്ഷൻ നമ്മൾ അലൗഡ് അല്ല. പിന്നെ മേക്ക് ദിസ് ഓപ്ഷൻ എന്നുള്ളടത്ത് നോ കൊടുക്കുന്നു. പിന്നെ അലോ നെറേഷൻ വേണമെങ്കിൽ അത് യെസ് കൊടുക്കാം. നെറേഷൻ നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. യൂസ് ആസ് എ മാനുഫാക്ചറിങ് ജേണൽ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എസ് കൊടുക്കണം. ഇവിടെ എസ് കൊടുത്താലേ ഒരു മാനുഫാക്ചറിന്റെ സ്വഭാവം കാണിക്കുള്ളൂ. ഇല്ലെങ്കിൽ അത് നോർമൽ സ്റ്റോക്ക് ജേണലിന്റെ സ്വഭാവമായിരിക്കും കാണിക്കാം. അപ്പൊ അവിടെ യൂസ് ആസ് എ മാനുഫാക്ചർ ജേണൽ എന്നുള്ളത് നേരെ എസ് ആക്കി കൊടുക്കാം. പിന്നെ ട്രാക്ക് നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ നോ കൊടുക്കാം. ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. പ്രിന്റ് വൗച്ചർ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, എസ് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നോ കൊടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് മുമ്പോട്ടേക്ക് പോവാം, സേവ് ചെയ്യാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ജേണൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ജേണൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് ചെയ്ത ഉടനെ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സാധനം റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്തു. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. റോ മെറ്റീരിയലിന്റെ ഒരു ഗോഡൌൺ ആയി. ഇനി നമ്മൾ സാധനം ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി പോവാണ്. ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതിനു വേണ്ടി ഇതിനെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനിഷ് പ്രൊഡക്റ്റിന്റെ ഒരു ഗോഡൌൺ കൂടി ഉണ്ടാക്കണം. അപ്പോഴാണ് നമുക്ക് വൃത്തിയിൽ ഈ സംഭവത്തിന് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഫിനിഷ്ഡ് ഗോഡൌണിന് വേണ്ടി നമ്മൾ ഒരു ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യാം? പറഞ്ഞേ, ഗോഡൌൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ക്രിയേറ്റ് ലൊക്കേഷനിൽ പോകുന്നു. ഫിനിഷ്ഡ് ഗുഡ്സ് ഗോഡൌൺ. ഓക്കെ, ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് പോകുന്നു. എൻ്റർ അടിക്കാം, നേരെ സേവ് ചെയ്ത് പോകാം. ഈ പ്രൈമറി ഒന്ന് മാറിയിട്ട് അവിടെ റോ മെറ്റീരിയൽ ഒന്നും കൊടുക്കരുത്. അപ്പൊ വീണ്ടും സബ് ഗ്രൂപ്പിലേക്ക് അങ്ങനെ പോകും. നല്ല ശ്രദ്ധിക്കണം. പ്രൈമറി തന്നെ ഉണ്ടാവും. GST കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, അവിടെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇനി ഇതേപോലെ ഒരു സ്റ്റോക്ക് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വേണ്ടേ? റോ മെറ്റീരിയൽ എന്നുള്ള സ്റ്റോക്ക് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ ഒരു സ്റ്റോക്ക് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യണം. അവിടെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ്. ഗുഡ്സ് എന്ന് ഇവിടെയും കൊടുക്കാം. അണ്ടർ പ്രൈമറി തന്നെ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം. സോ എസ് എന്ന് കൊടുക്കാം. ബാക്കിയൊക്കെ നോ കൊടുക്കുന്നു, ബട്ടിക്ക് പോകുന്നു, സേവ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? സ്റ്റോക്ക് ഐറ്റം ഉണ്ടാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുതിയ ഒരു സ്റ്റോക്ക് ഐറ്റം നമുക്കുണ്ട്. അതായത് ഇപ്പം വരുന്നുള്ള റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ഒരു പുതിയ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അത് ഉണ്ടാക്കുമ്പോൾ പുതിയൊരു പ്രൊഡക്റ്റും കൂടി നമ്മുടെ അടുത്തുണ്ടാവും അല്ലെ? കമ്പ്യൂട്ടർ അല്ലേ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പുതിയൊരു സ്റ്റോക്ക് ഐറ്റം കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകാം. നമ്മൾ എന്താണോ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ആ പ്രൊഡക്റ്റ്, ഇപ്പൊ സൈക്കിൾ ആണെങ്കിൽ സൈക്കിൾ ഉണ്ടാക്കാം, ലോറി ആണെങ്കിൽ ലോറി ഉണ്ടാക്കാം, ബസ് ആണെങ്കിൽ ബസ് ഉണ്ടാക്കാം. എന്താണോ ആവശ്യമുള്ളത് ആ സാധനങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ക്ലിയർ ആയില്ലേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഗേറ്റ് ഓഫ് ടാലി ക്രിയേറ്റ് സ്റ്റോക്ക് ഐറ്റം. സ്റ്റോക്ക് ഐറ്റം. സ്റ്റോക്ക് ഐറ്റത്തിന്റെ അടുത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഒരു പേര് കൊടുക്കണമല്ലോ സ്റ്റോക്ക് ഐറ്റത്തിന്. കമ്പ്യൂട്ടർ അല്ലേ? കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ അല്ലേ? കമ്പ്യൂട്ടർ. അപ്പൊ ഇതിന് മുമ്പായിട്ട് നമുക്കിവിടെ റോ മെറ്റീരിയലിന്റെ ഈ ഒരു സംഭവം എനാബിൾ ആയിട്ട് വരണം. അതായത് ബിൽ ഓഫ് മെറ്റീരിയലിനെ നമ്മളൊന്ന് എനാബിൾ ആക്കി കൊടുക്കണം. ബിൽ ഓഫ് മെറ്റീരിയലിന് നമ്മൾ എനാബിൾ ആക്കി കൊടുക്കണം. ഇപ്പൊ നിലവിൽ ഇങ്ങനെ അടിച്ചു പോയാൽ നോർമൽ ആയിട്ട് പിന്നെ ക്യാബിനറ്റും അതുപോലെ മൗസും കീബോർഡും ഒക്കെ ഉണ്ടായ പോലെ അങ്ങനെ സാധനങ്ങൾ ഉണ്ടായിട്ട് വരും. പക്ഷെ അങ്ങനെ വേണ്ട. നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഒരു അതായത് ഇതിൽ നിന്ന് കുറെ പ്രൊഡക്റ്റ് നിന്ന് ഉണ്ടാക്കിയിട്ട് ഇതൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അപ്പൊ അതിനാ നമ്മൾ ബിൽ ഓഫ് മെറ്റീരിയൽ. അപ്പൊ നമ്മൾ F12 പഠിക്കാം. സോറി, F12 പഠിച്ചിട്ട് എന്ത് ചെയ്യണം? F12 പഠിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റ് കോമ്പോണന്റ്, ഈ സംഭവം അല്ലേ, സെറ്റ് കോമ്പോണന്റ് ലിസ്റ്റ് ബിൽ ഓഫ് മെറ്റീരിയൽ, ഇതിനെന്താക്കി കൊടുക്കണം? യെസ് ആക്കി കൊടുക്കണം. ഇത് എപ്പോഴും ഈ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് യെസ് ആണോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ഓക്കെ, ഇവിടെ ഈ സംഭവം യെസ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതിന്മേലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ കൺട്രോൾ എ അടിക്കുന്നു, സേവ് ചെയ്ത് പോകുന്നു. ഓക്കെ, നമ്മള് പുതിയ ഫിനിഷ്ഡ് കോഡേഴ്സിന് കമ്പ്യൂട്ടർ എന്ന് പേര് കൊടുക്കുകയാണ്. ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ എന്ന് കൊടുക്കാം. അല്ല, അതിന്റെ ബാക്കിയുള്ള എലിയാസ് വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഏതിലേക്കാണ് വേണ്ടത്? ഫിനിഷ്ഡ് ഗുഡ്സിലേക്കാണ്. സോ ഗ്രൂപ്പ് എന്ത് ചെയ്യാം? ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് സെലക്ട് ചെയ്യാം. നോസ് എന്നുള്ളത് NOS സെലക്ട് ചെയ്യാം. ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസിൽ സെറ്റ് കോമ്പോണന്റ് എന്നുണ്ട്. ഇവിടെ നമ്മൾ Y നടിച്ചെടുത്ത് എസിലേക്ക് പോവാം. എസ് കൊടുക്കുമ്പോൾ നെയിം ഓഫ് BOM എന്ന് കൊടുക്കുന്നുണ്ട്. ബിൽ ഓഫ് മെറ്റീരിയൽ എന്താണ് ഇതിന്റെ പേര്? അപ്പൊ നമ്മൾ BOM-ന്റെ പേര് കമ്പ്യൂട്ടർ എന്ന് കൊടുക്കാം. BOM-ന്റെ പേര് കമ്പ്യൂട്ടർ എന്ന്. ഇനി യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ശ്രദ്ധിക്കണേ, ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര സാധനങ്ങൾ വേണമെന്നാണ് ഉണ്ടാക്കുക. അപ്പൊ യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ എന്നുള്ളിടത്ത് എന്ത് ചെയ്യാം? 1 കൊടുക്കാം. ഇനി ഈ ഒരു 1 കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് അവിടെ അടിച്ചു കൊടുക്കണം. അവിടെ ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം കൊടുക്കാം റാം ഏത് ഗോഡൌണിലുള്ളത് നോക്കണേ. ഗോഡൌൺ 1-ലുള്ളത് എത്രണ്ണം വേണോ? 1 കൊടുക്കാം. അതിനുശേഷം ക്യാബിനറ്റ് ഗോഡൌൺ 1, then ഹാർഡ് ഡിസ്ക് ഗോഡൌൺ 1, then motherboard ഗോഡൌൺ 1 നോസ്, കീബോർഡ് ഗോഡൌൺ 1 കൊടുക്കാം. മൗസ് ഗോഡൌൺ 1 കൊടുക്കാം. SMBS ഗോഡൌൺ 1 കൊടുക്കാം. പവർ കേബിള് ഗോഡൌൺ 1 കൊടുക്കാം. VGA കേബിള് ഗോഡൌൺ 1 കൊടുക്കാം. then LED ഗോഡൌൺ കൊടുക്കാം. 1 കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ റോ മെറ്റീരിയലിൽ നിന്ന് ഇത്രയും സ്റ്റോക്ക് ഐറ്റം ലെസ് ആയി പോകണം. എന്നിട്ട് അതേ സമയത്ത് പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ആയി പോകും വേണം.
അപ്പം എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഒന്ന് കുറയും വേണം, പുതിയൊരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ആവും വേണം. ഇതാണ് ഇതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പ്യൂട്ടർ ഒന്ന് കൊടുക്കാം. ഇനി ഇതിന് 2 കമ്പ്യൂട്ടർ ഉണ്ടാക്കി കൊടുത്താൽ അറ്റ് എ ടൈം 2 ഉണ്ടാക്കുന്നെങ്കിൽ 2 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ അങ്ങനെ പോകും. എങ്ങനെയാണോ നമുക്ക് ആവശ്യമുള്ളത് ആ രീതിയിൽ സാധനം സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നേരെ സേവ് അടിച്ചു കൊടുക്കാം. സേവ് അടിച്ചിട്ട് എന്ത് ചെയ്യാം, അതൊക്കെ മുമ്പോട്ടേക്ക് പോവാം. ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയോ? ഓക്കെ. ഇതിന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എത്ര വില ഉണ്ടോ ആ സ്റ്റാൻഡേർഡ് റേറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മുമ്പോട്ടേക്ക് പോവാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ വില നിർണ്ണയിക്കുന്നില്ലെങ്കിൽ മുമ്പോട്ട് പോയി, ഇല്ലെങ്കിൽ എത്രയാണോ നമുക്ക് ചെയ്യേണ്ടത് ആ സംഭവമായിട്ട് പോകാം. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് GST അപ്ലിക്കബിൾ ആണ്. യെസ് കൊടുക്കാം. ഇതിന്റെ വേണ്ട ഓൾട്രേഷൻ നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെയാണോ വേണ്ടത് ആ സംഭവങ്ങൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ ഒന്ന് കൊടുക്കാം. കമ്പ്യൂട്ടർ HSM കൂടെ എല്ലാവർക്കും അറിയുന്നതന്നെ. ഞാൻ HSM കൂടെ അടിക്കുന്നു. ഓൺ വാല്യൂ, ടാക്സബിലിറ്റി, ടാക്സബിൾ കൊടുക്കാം. പെർസെന്റേജ് 9%. അതേപോലെ തന്നെ പെർസെന്റേജ് ഞാൻ 18 കൊടുക്കാം. നേരെ എന്ത് ചെയ്യാം, സേവ് ഗുഡ്സ് ആണ്, ഗുഡ്സ് എന്നുള്ളത് അതേപോലെ അടിച്ചു കൊടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഓപ്പണിംഗ് സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ ആ സാധനം എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നേരെ നമ്മളൊരു കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യാതെ കമ്പ്യൂട്ടർ തന്നെ വാങ്ങുന്നുണ്ടെങ്കിൽ നേരെ അതിന്റെ സ്റ്റോക്ക് എന്തെങ്കിലും ഓൾറെഡി ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവിടെ അടിച്ചു കൊടുക്കാം. മുമ്പോട്ടേക്ക് പോവാം. ക്ലിയർ ആയല്ലോ? നമ്മൾ എന്തൊക്കെയാ ചെയ്തേ, ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാ, ഇപ്പൊ ചെയ്താണോ? ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാ? കോമൺലി മാഡത്തിന്റെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്തു. ഇനി മാഡം ഈ സാധനം ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടിയാണ്. അതാണ് മാഡത്തിന്റെ പരിപാടി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പൊ അതിന് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ടാക്സിന്റെ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തു, 10 ഡേയ്സിന്റെ ക്രെഡിറ്റ് പീരീഡ് എടുത്തു, സ്റ്റോക്ക് ഗ്രൂപ്പ് കൊടുത്തു, സ്റ്റോക്ക് യൂണിറ്റ് കൊടുത്തു, പിന്നെ സ്റ്റോക്ക്, പിന്നെ വേറെ എന്തൊക്കെയാ കൊടുത്തേ, സ്റ്റോക്ക് ഐറ്റം കൊടുത്തു. അങ്ങനെ എല്ലാ സാധനം ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. മാനുഫാക്ചറിങ് വേണ്ടിയിട്ടുള്ള മാനുഫാക്ചറിങ് വൗച്ചർ ക്രിയേറ്റ് ചെയ്തു. അതിനി വൗച്ചർ മാനുഫാക്ചറിങ് ആയി കഴിഞ്ഞാൽ ഏത് ഗോഡൌണിലേക്ക് പോകണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഗോഡൌൺ ഉണ്ടാക്കി. അതിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് എത്രയാണോ GST ആവശ്യമുള്ളത് ആ GST സെറ്റ് ചെയ്തു. പർച്ചേസിന് GST എല്ലാ കാര്യങ്ങളും ചെയ്തു, നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഇനി നമ്മള് കച്ചവടം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതേ ദിവസം അല്ലെങ്കിൽ 2-ാം തീയതി 2/4/2025 മാഡം എന്ത് ചെയ്തു, 3 കമ്പ്യൂട്ടർ ഉണ്ടാക്കി. അത് ഉണ്ടാക്കുന്നതിന് നമ്മളൊരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവന് നമ്മൾ കൂലി കൊടുക്കണം അല്ലെ. ഒരു 3 കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടറിന് 500 രൂപ വെച്ചിട്ട് അവന് കൂലി കൊടുത്തു എന്ന് വെച്ചോളെ. അപ്പൊ എത്ര 3 കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ എത്ര ആണോ, 1500 ഉണ്ടാവും. ഇതിനൊക്കെ വേണം നമുക്കൊരു കറണ്ട് ബില്ല് ഒരു 100 രൂപ ആയെന്ന് വിചാരിച്ചോളെ, ഒരു അസംഷൻ. 100 രൂപ മൊത്തത്തിൽ നമുക്ക് ഇത്ര 100 രൂപന്റെ കറണ്ട് ബില്ല് നമുക്ക് ചെലവായി. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ എന്താ, ഒരു 3 കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ നമുക്ക് വരുന്ന ചെലവ്, കമ്പ്യൂട്ടറിന് 500 രൂപ വെച്ച് കൊടുക്കണം. അങ്ങനെ പീസ് റേറ്റിനാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് 500. അപ്പൊ അതിന് എസ്റ്റിമേറ്റഡ് കറണ്ട് ചാർജ് വരുന്ന 100 രൂപ വരുന്നുണ്ടെന്ന് വിചാരിച്ചു. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു മാനുഫാക്ചറിങ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിന് എന്ത് ചെയ്യാം, വൗച്ചറിൽ പോവാം. വൗച്ചറിൽ പോയി കഴിഞ്ഞാല് വലത് ഭാഗത്ത് എന്തുണ്ടാവും, ഈ സ്റ്റോക്ക് ജേണൽ ഉണ്ടാവും അല്ലെ. സ്റ്റോക്ക് ജേണൽ എവിടെ, സ്റ്റോക്ക് ജേണൽ ഉണ്ടാവും അതർ വൗച്ചറിൽ 700. ഓക്കെ, മാനുഫാക്ചറിങ് എടുക്കാം. ഇവിടെ നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ കൊടുക്കാം. ഓൾറെഡി ഉണ്ടല്ലോ ഇവിടെ, കമ്പ്യൂട്ടർ കൊടുക്കാം. ലൊക്കേഷൻ എങ്ങോട്ടേക്കാ പോകണ്ടേ, മാനുഫാക്ചറിങ് അല്ല, ഫിനിഷിലേക്ക്. നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം അല്ലെ. ഈ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകണ്ടേ, റോ മെറ്റീരിയൽ ഗോഡൌണിന് ഈ പറയുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ പോകണം. എന്നിട്ട് ഈ സാധനം എല്ലാം നേരെ ഉണ്ടാക്കിയിട്ട് പിന്നെ വാങ്ങിയെടുത്ത റോ മെറ്റീരിയൽ എടുത്ത് വെക്കൂലല്ലോ, അത് നമ്മള് വേറെ മറ്റൊരു ഗോഡൌണിലേക്ക് വിൽക്കാനുള്ള സ്ഥലത്തേക്ക് വെക്കും. വേണമെങ്കിൽ ഇത് ഷോപ്പ് അങ്ങോട്ടേക്ക് വെക്കാം. ഇവിടെ നമ്മൾ എത്ര കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, അവിടെ ആ ഒരു നമ്പർ അടിച്ചു കൊടുക്കാം. നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. അതായത്
ഇവിടെ 3 അടിക്കുന്നതോട് കൂടിയിട്ട് റാം 3 പോയി, ക്യാബിനറ്റ് 3 പോയി, ഹാർഡ് ഡിസ്ക് 3 പോയി, മദർ എല്ലാം 3 കൊടുത്തു. കാരണം ഒന്ന് ഉണ്ടാക്കാന് ഒന്നാന്നുള്ള ഒരു പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, എല്ലാം ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ എൻഡടിച്ച് പോവാം. ക്ലിയർ ആയല്ലോ? അങ്ങനെ പവർ കേബിൾ എല്ലാ കേബിളും ആയി എൻഡടിച്ച് നമ്മൾ അടുത്ത ഒരു കോളത്തിലേക്ക് വരും. ഇതുവരെ ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര രൂപ കോസ്റ്റ് വരും? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ലേബർ 500. ഓക്കെ. ഇപ്പത്തെ അവസ്ഥയിൽ ഒരു പ്രൊഡക്റ്റിന് എത്ര രൂപ ചെലവായി? ലേബറും മറ്റൊന്നും കൂട്ടാതെ 43,050. ഒരു കമ്പ്യൂട്ടറിനോ? അല്ല 30 നമ്പേഴ്സ്. 30 നമ്മൾ 3 ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ, അതായത് മദർ ബോർഡ് എല്ലാം ഓരോന്ന് വെച്ച് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കണമെങ്കിൽ ഈ താഴത്താണ് ഏറ്റവും താഴെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൈമറി ഐറ്റം 14,350 ഹരിക്കണം. അതെ. നമ്മളെ കാൽക്കുലേറ്ററിൽ അടിക്കുകയാണെങ്കിൽ 43,000 ഡിവൈഡ് ബൈ 43,050 ഡിവൈഡ് ബൈ 3 അടിച്ചാൽ മതി. അപ്പൊ കിട്ടും. എന്ത് ഓക്കെ. 14,000 സംതിങ്. അപ്പൊ ഇവിടെ ഉണ്ടോ സിസ്റ്റത്തിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ താഴെ ഏറ്റവും താഴത്തെ ഉണ്ടോ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൈമറി ഐറ്റം 14,350 അല്ലേ? ഇതായിരിക്കും ഇവിടെ ആയിരിക്കും ഈ ഐറ്റംസ് വരിക. അപ്പൊ ഈ മാനുഫാക്ചറിങ് ജേണലിന്റെ ഏറ്റവും താഴത്തുള്ളതാണ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഐറ്റം, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ വില. ഇനിയിപ്പോ നമ്മളൊരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഉണ്ടാക്കി നമ്മോട് ചിലപ്പോ ഇങ്ങനെയൊക്കെ പറയാം, നമുക്ക് വരുന്ന കോസ്റ്റിന്റെ 10% പ്രോഫിറ്റ് ഇട്ട് സെയിൽ ചെയ്തോളി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് 14,350 പ്ലസ് 10%. അതായിരിക്കും അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? വരുന്ന കോസ്റ്റിന്റെ മുകളിൽ ഒരു 10% പ്രോഫിറ്റ് ഇട്ടോളി എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ് റേറ്റ് നോക്കാം, അത് പ്ലസ് 10%. 1435 കൊണ്ട് കൂടുമ്പോ അപ്പൊ 14,350 15 സംതിങ് എന്ത് ചെയ്യും അതിന്റെ വില വരും. അപ്പൊ ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് നോക്കിയിട്ടാണ് ഇഫക്റ്റീവ് റേറ്റ് സെറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രൈസ് കഴിഞ്ഞിട്ടില്ല, നമുക്ക് കൂടുതൽ വേറെയും കുറച്ച് ചെലവും കൂടി വന്നിട്ടുണ്ട്. ഏതാ പറഞ്ഞ ഒരു കമ്പ്യൂട്ടറിന് എത്ര രൂപയെന്നു? 500 രൂപ. അപ്പൊ ലേബർ അപ്പൊ നമ്മൾ ഒരു പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. വെയ്ജ് പിന്നെ വെയ്ജിന്റെ അണ്ടർ എന്താ വരിക? വെയ്ജിന്റെ അണ്ടർ ഉറപ്പാണോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇതില് ഡയറക്റ്റ് എക്സ്പെൻസ് വരും. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരുന്നത്. കാരണം എന്തുകൊണ്ടാ? സെയിലബിൾ കണ്ടീഷൻ ആവുന്നത് വരെയുള്ള ചെലവിനൊക്കെ നമ്മൾ ഇതാണ് വിളിച്ചിരുന്നത്. സോ എന്ത് ചെയ്യുന്നു? വെയ്ജ് എന്ന് പറയുന്നു. 2 രീതിയിൽ നമുക്ക് വെയ്ജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പെർസെന്റേജ് വൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മള് ഒന്നിച്ച് ഇതിന്റെ വരാട്ട് കൊടുക്കാം. മിക്കവാറും ആളുകൾ ഇവിടെ 1,500 അടിച്ചു കഴിഞ്ഞാല് ഇതിന്റെ 1,500% വരും കേട്ടോ. അപ്പൊ ഇവിടെ പെർസെന്റേജ് കൊടുക്കരുത്. ഇവിടെ ഒന്നുമില്ലെങ്കിൽ 0 കൊടുക്കാം, ലാസ്റ്റ് 1,500 കൊടുക്കാം. ഇത്രയും പ്രൈസ് അതിനകത്ത് വരും. പിന്നെ വരാൻ വേണ്ടി പോകുന്നത് വേറെന്തോ പറഞ്ഞിരുന്നല്ലോ, ഇലക്ട്രിസിറ്റി ബില്ല്. ഇലക്ട്രിസിറ്റി എത്ര? ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? ഇലക്ട്രിസിറ്റി നോക്കണേ. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി പോണേ. അല്ലെങ്കിൽ എന്താ പറയുക, നോർമലി നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ അടിച്ചു പോവാം. ഒരു പ്രൊഡക്ഷനുമായി ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ ഡീറ്റെയിലിംഗിൽ പറഞ്ഞിരുന്നു. ഒരു പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആകുന്നത് വരെ ഏതൊക്കെ തരത്തിലുണ്ടോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്യാം? ഇൻഡയറക്റ്റ് ആക്കിയിട്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആക്കിയിടാം. എന്നിട്ട് നമ്മൾ ഒരു 100 രൂപയാണ് ചെലവ് വരുന്നുണ്ടെങ്കിൽ 100 രൂപ അടിച്ചിടാം. അപ്പൊ എത്ര രൂപയായി ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്? 14,883 രൂപയായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സംഭവം നമ്മൾ സേവ് ചെയ്ത് വെക്കാം.
ഇനി നമ്മൾ സ്റ്റോക്കിന്റെ സമ്മറി എടുത്താൽ എങ്ങനെയുണ്ടാവും? എങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റോക്കിന്റെ സമ്മറി ഉണ്ടാവുക? എങ്ങനെ സ്റ്റോക്ക് സമ്മറി എടുക്കാം? ഹലോ, സ്റ്റോക്ക് സമ്മറി എങ്ങനെ എടുക്കുക ഇനി? ഹലോ, ആരുമില്ലേ? ഡിസ്പ്ലേ എടുക്കാം. എങ്ങനെ എടുക്കാം? ഡിസ്പ്ലേ Display more reports. ഡിസ്പ്ലേ സ്റ്റോക്ക് എടുക്കാം. Display more reports ലേക്ക് പോവാം. റിപ്പോർട്ടിൽ വേണ്ടത് അവിടെ തന്നെ ഡിസ്പ്ലേയിൽ ഇവിടെ തന്നെ ഗേറ്റ് ഓഫ് ടാലി സ്റ്റോക്ക് സമ്മറി. Okay. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്. സ്റ്റോക്ക് സമ്മറി എടുക്കുക, ഓൾട്ട് പ്ലസ് F1 എടുത്താൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. കണ്ടോ, റോ മെറ്റീരിയലിന്റെ 3 എല്ലാത്തിലും കുറഞ്ഞിട്ടുണ്ട്, അതേ സമയത്ത് 3 കമ്പ്യൂട്ടർ അവിടെ പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഒരു കോസ്റ്റിന് എത്ര പ്രൈസ് ആയി എന്നുള്ള രീതിയിലേക്കാണ് അതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ലാൻഡിംഗ് പ്രൈസ് ആണ്, ഇതിന് കൂടെ ഒന്നും പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടില്ല. സെറ്റ് അല്ലേ? ഇതെല്ലാം ലാൻഡിംഗ് പ്രൈസ് ആണ്, ഇതിന് കൂടെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, നമ്മള് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടില്ല. സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഹലോ, റെഡി ആണോ? യെസ് യെസ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത് നമുക്ക് ഒരുപാട് കാര്യം ചെയ്യുന്നു നോക്കണ്ട. ഈ BOM ബിൽ ഓഫ് മെറ്റീരിയലില് നമുക്ക് ഇത്ര ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഇത് നോർമലി വലിയൊരു പ്രോബ്ലം അല്ല. ഇത് അങ്ങനെ ഒരു ബിസിനസ് സിനാരിയോയില് ഇങ്ങനെ രീതിയിൽ അത് പെട്ടെന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യാനൊന്നും സംഭവം ഉണ്ടാവില്ല. പക്ഷെ എന്താ കഴിഞ്ഞാൽ നമുക്ക് ബിൽ ഓഫ് മെറ്റീരിയൽ എന്നുള്ളൊരു ഓപ്ഷൻ ചെറുകിട സംഭവത്തിലൊക്കെ, ചെറിയ ബിസിനസ് ഇപ്പൊ കമ്പ്യൂട്ടർ ആവട്ടെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ അഡീഷണലി ലേബേഴ്സും അതേപോലെ നമ്മുടെ അടുത്തുള്ള എക്സ്പെൻസുകൾ മാത്രം ആഡ് ചെയ്യുന്ന കേസുകളിൽ മാത്രം BOM എന്നുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാം. സിമ്പിൾ ആണ്. ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടാക്കി നോക്കാം, കമ്പ്യൂട്ടർ ഉണ്ടാക്കി നോക്കാം, പിന്നെ ലാപ്ടോപ്പ് ഉണ്ടാക്കി നോക്കാം, മൊബൈൽ ഉണ്ടാക്കി നോക്കാം, എന്തും സംഭവം ചെയ്യാം, നമുക്ക് ഉണ്ടാക്കി നോക്കാം. സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഇനി ഈ സാധനം, ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാം. ഇനിയിപ്പം ഓൾറെഡി വർക്ക് ചെയ്ത് നോക്കുന്ന ആളുകൾ, സിസ്റ്റം ഒക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യാം, ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ചെയ്ത് നോക്കാം, ഒരു ഇൻഡർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്ത് നോക്കാം, ഒരു എക്സ്പോർട്ടിങ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇതിന്റെ ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്ത് നോക്കാം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. കാരണം ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്തൊക്കെ ചെയ്തിട്ടോ ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇവിടെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് നടക്കും. കാരണം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ സംഭവം ചെയ്ത് നോക്കാം. അപ്പൊ കമ്പ്യൂട്ടറിലുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് ബിൽ ഓഫ് മെറ്റീരിയൽ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഇൻട്രാ സ്റ്റേറ്റും ഇൻഡർ സ്റ്റേറ്റും നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഇതിന്റെ മുമ്പത്തേൽ ചെയ്താൽ നമുക്ക് ഒരുപാട് സമയം പോകുന്നു. ഓക്കെ, അതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ പോരെ? ചെയ്താ പോരെ അനൂപ്ക? മതി മതി മതി. കാരണം ഇതിന് കുറെ സമയം കളയണ്ടല്ലോ, ഇതിന്റെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാം. സെറ്റായി എന്ന് വിചാരിക്കുകയാണ്. തെറ്റാണ്, പൊളിയാണ്. ഓക്കെ, ഇതിന്റെ ഇനി വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഒറ്റയടിക്ക് നമുക്ക് ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സെയിൽ ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് പറഞ്ഞുതരാം. എല്ലാ പ്രൊഡക്റ്റും സെയിൽ ചെയ്ത് കാണിക്കുന്നില്ല. 2 രീതിയിൽ സാധനം നമുക്ക് സെയിൽ ചെയ്യാം. റോ മെറ്റീരിയൽ ആയി തന്നെ പ്രോഫിറ്റ് എടുത്തിട്ട് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം. നമ്മൾ ഒരാൾക്ക് ഒരു സാധനം സെയിൽ ചെയ്യണമല്ലോ, ആർക്കെങ്കിലും ഒരാൾക്ക് സെയിൽ ചെയ്യാം. അറുപത് പേര് അടിച്ചോ? അറുപതിന്റെ പേരിൽ സെയിൽ അടിക്കാം. നമുക്ക് വൗച്ചർ പോവാം, സെയിൽ അടിക്കാം, വൗച്ചറിൽ പോവാം, F8 സെയിലിൽ പോവാം. സെയിലൊക്കെ നമുക്ക് B2B സെയിൽ, B2C ലാർജ് എല്ലാം വേറെ വേറെ കാറ്റഗറി ആക്കി വെക്കാട്ടോ. അപ്പൊ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതിനെ കാറ്റഗറി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ സെയിൽസിന്റെ ഉള്ളിൽ തന്നെ വേറെയും വൗച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. വേറെയും വൗച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. B2B സെയിൽസിന് വേറെ വൗച്ചർ ക്രിയേറ്റ് ചെയ്യാം, B2C സെയിൽസ് നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. അപ്പൊ ഫാറൂഖയുടെ വേയിൽ ചെയ്യാണ്. അപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയി ലെഡ്ജറും ബാലൻസും ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, എല്ലാം ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. കാരണം എല്ലാ മെത്തേഡും ഇതിൽ തന്നെ ചെയ്യാം. സി അടിച്ചു കഴിഞ്ഞാൽ ഫാറൂഖ് ഭായിയുടെ പേരടിക്കാം. ഓക്കെ, സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സോ ഇവരൊരു കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുക്കാം. ആരെന്ന് ചോദിച്ചോ? ഇല്ല. മെയിൻ്റെ ബിൽ ടു ബില്ല് ക്രെഡിറ്റ് പീരീഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എത്രയെങ്കിലും ക്രെഡിറ്റ് പീരീഡ് ഇല്ലെങ്കിൽ 0 അടിച്ച് പോവാം, അങ്ങോട്ടേക്ക് പോവാം, സേവ് ചെയ്യാം. റെഗുലർ ആണ്. GST നമ്പറൊക്കെ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയിൽ സംഭവം വരും. എന്റെ അടിച്ച് പോവാടെ. ഇനിയുള്ളത് നമുക്കിവിടെ സെയിൽസ് ലെഡ്ജർ ഉണ്ട്. ഇവിടെ നമുക്കൊരു Alt+C അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സെയിൽസ് എന്നുള്ള സംഭവം ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അണ്ടർ സെയിൽസ് കൊടുക്കാം, അടിക്കുന്നു, സേവ് ചെയ്യുന്നു, പോകുന്നു. ഇനി ഒരു കമ്പ്യൂട്ടറാണ് വിൽക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിന്റെ മേധാവി ഓണർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വരുന്ന കോസ്റ്റിന്റെ 10%.
ഒരു 35% പ്രോഫിറ്റ് എടുത്ത് സെയിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മോട് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാ ഇതിന്റെ 35% കാണും? 35% പ്രോഫിറ്റ് എടുത്ത് സെയിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. എങ്ങനെ കാണാം? പറപ്പാ, എങ്ങനെ പറയാം വേണുഗോപാൽ സാറേ? എങ്ങനെ കാണാം 35%? അതായത് നമുക്കൊരു കമ്പ്യൂട്ടറിന് ചെലവായതിന്റെ 35% പ്രോഫിറ്റ് എടുത്തിട്ട് സാധനം സെയിൽ ചെയ്യണം. ഇതാണ് നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. അപ്പൊ എങ്ങനെയാ എഫക്റ്റീവ് കോസ്റ്റില് നമ്മളെ ഇട്ടിട്ടില്ലേ പ്രൊഡക്ഷനിലെ? എഫക്റ്റീവ് കോസ്റ്റ് എത്ര വന്നിട്ടുണ്ടായിരുന്നു? ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന എമൗണ്ട് എത്രയാ? ആ എമൗണ്ട് എന്റെ 35% എടുക്കണം. 14,833 14 സംതിങ് ആണ് സാർ. 14,833 എഫക്റ്റീവ് റേറ്റ് എവിടുന്ന് കിട്ടിയ? 14,883 അല്ലേ? 14,883 പ്ലസ് 35%. പ്ലസ് 35%. അതെങ്ങനെ ഇവിടെ കാൽക്കുലേറ്റർ എടുത്താൽ മതിയല്ലോ അല്ലെ? കൺട്രോൾ എന്നെ അടിക്കാം. കൺട്രോൾ എന്നെ അടിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്ത് എമൗണ്ട് പറഞ്ഞോളേ. 14,883 എമൗണ്ട് പറഞ്ഞോളേ. 14,883.33. ഫിനിഷ്ഡ് ഗുഡ്സ് ഗോഡൌണിന്ന് ഫിനിഷ്ഡ് തന്നെ പോണേ. ഗോഡൌണിലൊന്നും മാറ്റണ്ടാൻ പാടില്ല. 2 വെക്കണമെന്ന് ചോദിച്ചോളേ. 14,883.33. അല്ല, അത് ആക്ച്വൽ കോസ്റ്റ് അല്ലേ? പ്രോഫിറ്റ് ഒരു 35% പിടിച്ചോളേ. 14,800. ഒരു 20,092 രൂപ വരും തോന്നുന്നുണ്ട്. എത്ര വരുന്നേ? 20,025 രൂപ. 20? 25. 20,025 രൂപ. അപ്പൊ 225 വേണ്ട? ഇത്ര രൂപക്ക് എന്ത് ചെയ്യാം? ഇത്ര രൂപക്ക് എന്ത് ചെയ്യാം? നമ്മള് സാധനം സെയിൽ ചെയ്യാൻ വേണ്ടി ല്ലോ. ഇങ്ങനെയാണ് സംഭവം സെയിൽ ചെയ്ത് പോകാം. അപ്പൊ ഫാറൂഖ് ഭായ് സെയിൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് എനിക്ക് അഡീഷണൽ ആയിട്ട് ഒരു മൗസും ഒരു കീബോർഡും കൂടി വേണം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട് മൗസും കീബോർഡും വേണം. അപ്പൊ നേരെ എന്ത് ചെയ്യാം? അടിച്ചു കൊടുക്കാം. നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. മൗസ് കൊടുക്കാം, റോ മെറ്റീരിയൽ കൊടുക്കാം. ഗോഡൗൺ ഏതാ? ഗോഡൗൺ 1, ഗോഡൗൺ 1 51. പ്രൈസ് നമുക്കൊരു 100 ഒരു 200 രൂപ ഇട്ട് കൊടുക്കാം. ഒരു 100% പ്രോഫിറ്റ് വെക്കട്ടെ. ഇത് കീബോർഡ് കൂടി വേണം. കീബോർഡിന് എത്ര നമ്മള് പ്രൈസ് തന്നിന്? 300 കീബോർഡ് എത്ര വില? 300. 300 ലാൻഡിംഗ് കോസ്റ്റ് ആണ്. 300 പർച്ചേസ് കോസ്റ്റ് ഒരു 600 രൂപ കൊടുക്കാം. അങ്ങനെയാണ് എന്ത് ചെയ്യാം? നമ്മള് സാധനം സെയിൽ ചെയ്യാം. കാണിക്കാം, ന്യൂ റഫ് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. GST കൊടുത്തില്ല അല്ലെ? ഇൻപുട്ട് CGST ആണോ ഇൻപുട്ട് SGST ആണോ? ഔട്ട്പുട്ട് അപ്പൊ പുതിയ സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട്? ഔട്ട്പുട്ട് CGSTയും SGSTയും ഔട്ട്പുട്ട് CGST കൊടുക്കാം, ഔട്ട്പുട്ട് SGST കൊടുക്കാം. ഈ സംഭവം എന്ത് ചെയ്യാം? നമ്മൾ നേരെ അങ്ങ് സെയിൽ ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അതിന്റെ ടാക്സ് അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ടാക്സ് അനാലിസിസ് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് പിന്നെ സ്റ്റോക്ക് സമ്മറി നോക്കാം. സ്റ്റോക്ക് സമ്മറി ആകുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരണം. ഗോഡൌണും ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഗോഡൌണും സ്റ്റോക്ക് ഗ്രൂപ്പും ടാക്സും നമ്മൾ എപ്പോഴും ക്ലിയർ ആണെന്നുള്ളത് ഉറപ്പുവരുത്താം. ഈ സ്റ്റോക്കും ഗോഡൌണും സ്റ്റോക്ക് ഗ്രൂപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താലേ നമ്മളോടൊരു ഓണർ വന്ന് ചോദിക്കണം, എടാ എത്ര സാധനം ഫൈനൽ പ്രൊഡക്റ്റ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഗോഡൌൺ എത്ര ഉണ്ട്. ഇത് എല്ലാവരും ചോദിക്കും. എല്ലാ ബിസിനസിന്റെ ഓണേഴ്സിനും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ചോദിച്ച സാധനം ഇയാളുടെ അടുത്താണ് കിട്ടുന്നില്ല. എല്ലാ ബിസിനസ് ഓണേഴ്സ് 90% ബിസിനസ് ഓണേഴ്സിന് നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ കേൾക്കുന്ന അക്കൗണ്ടന്റും സാലറി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ അടുത്ത് എന്തെങ്കിലും സാധനം ചോദിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടില്ല. അത് ഇതിന്ന് കിട്ടൂല എന്ന് പറയും. അങ്ങനെയാണ് പറയാം. ഈ ഒരു സോഫ്റ്റ്വെയറിന് കിട്ടൂല.
അങ്ങനെ മിക്കവാറും അങ്ങനെ പറയില്ലേ, അങ്ങനെ എത്ര കേട്ടിട്ടുണ്ട് ആരെങ്കിലും ബിസിനസ് ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എന്ന സാധനം കിട്ടില്ല, പിന്നെ ഇന്ന സാധനം കിട്ടും, എല്ലാത്തിനും എല്ലാ സാധനം കിട്ടും. അപ്പൊ എന്താണ് കൃത്യമായിട്ടും ചെയ്ത് ശരിയാ കഴിഞ്ഞാൽ തന്നെ പറഞ്ഞേ, കിട്ടും. അത് അങ്ങനെ ശരിയാ പറഞ്ഞത്. ആരാ അതൊരു പോയിന്റ് ആണ്. ആരാ പറഞ്ഞേ? ചെയ്തു വെക്കൂല വെറുതെ അടിച്ചിളക്കി പറയൂ. ഇതാരാ പറഞ്ഞേ? അങ്ങനെ ആർക്കൊരു പരിചയം ഉണ്ടല്ലോ അല്ലെ? ഇങ്ങനെ എല്ലാം ഞാൻ 90% കേട്ടൊരു കാഴ്ച, അത് ഇന്ന് കിട്ടില്ല, ഇന്ന് കിട്ടാൻ ഇങ്ങനെ 10-20,000 ഒരു സോഫ്റ്റ്വെയർ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് എങ്ങനെ കിട്ടാണ്ടാവുക? കിട്ടാണ്ടാകുന്നതിന്റെ റീസൺ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള. പർച്ചേസും സെയിൽ അടിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയും. അടിച്ച് മിന്നി പർച്ചേസ് സ്റ്റോക്ക് അടിക്കുക, സ്റ്റോക്ക് മിന്നി അടിക്കുക, ആ സാധനമാണ് സെയിൽ അടിക്കുക, വന്ന സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതൊക്കെ എല്ലാവർക്കും കഴിയുന്ന പണിയല്ലേ. പക്ഷെ കൃത്യമായിട്ടും ലാബിൽ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഇന്ന സാധനം ആകുമ്പോൾ ഇത് വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇപ്പൊ കിട്ടും. എത്ര ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഉണ്ടാക്കിയ സാധനം എത്ര പോയി എന്ന് വെച്ചാൽ കറക്റ്റ് കിട്ടും. കാരണം അതിന്റെ ഒരു സിനാരിയോ എടുത്താൽ മതി, അപ്പം കിട്ടും. പർച്ചേസിന് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സിനാരിയോ എടുത്താൽ റോ മെറ്റീരിയൽ എത്ര ഉണ്ട്, ഇന്ന ഗോഡൌണിൽ എത്ര ഉണ്ട്, ആ കടയിൽ എത്ര ഉണ്ട്, ഈ കടയിൽ എത്ര ഉണ്ട്, ഇതൊക്കെ നമ്മൾ വൃത്തിയിൽ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റുന്ന സാധനം പിന്നെ കറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് ജേണലും മറ്റ് സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ഈ സാധനങ്ങൾ നമുക്ക് ഈ ഒരു ബിൽ ഓഫ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്തു പോകേണ്ടത് എന്നുള്ള കാര്യം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഉം സാർ? നമ്മളെ പർച്ചേസ് ചെയ്തത് ഒരു 2 ലക്ഷം, സെയിൽസ് ചെയ്തത് ഒരു 8 ലക്ഷം ആയിട്ട് ചില ബിൽസുകളൊക്കെ വിട്ടുപോയി എൻട്രി ചെയ്യാൻ. ആ പർച്ചേസിൽ എൻട്രി ചെയ്യാൻ വിട്ടുപോയി. പർച്ചേസ് അതായത് 2 ലക്ഷത്തിന്റെ പർച്ചേസ് ആണെങ്കിൽ 8 ലക്ഷത്തിന്റെ സെയിൽസ് കാണിച്ചു. ആ അപ്പൊ GST അതുപോലെ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തു. GST റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തു. അവസാനം എന്ത് ചെയ്തു? ആനുവൽ റിട്ടേൺ. അപ്പൊ 2022-23 2022-23 ഈ മിസ്റ്റേക്ക് പറ്റി. അവിടുത്തെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന്റെ ഫിനാൻഷ്യൽ ഇയറാ. അതെ. അപ്പോ എന്താ വെച്ചാ GST കാർ അതിനു കൊണ്ട് പെനാൽറ്റി അടിച്ചു, ഇവര് പെനാൽറ്റി അടിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇക്കൊല്ലം തൊട്ട് 2024-25 തൊട്ടിട്ട് ആരാ പെനാൽറ്റി അടിച്ച? റിട്ടേൺ നമ്മളെ മറ്റേ ടാക്സ് ഓഫീസിൽ നിന്ന്, സെയിൽ ടാക്സ് ഓഫീസിൽ നിന്ന് റിട്ടേൺ തെറ്റാണല്ലോ, റിട്ടേൺ ഫയൽ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇമ്പോസ് ചെയ്തു, പെനാൽറ്റി ഇമ്പോസ്. അതെങ്ങനെ ഒരു ഫൈൻ അടിച്ചെന്ന്? പർച്ചേസ് ചെയ്ത സാധനം എങ്ങനെ സെയിൽ ചെയ്യുന്ന എങ്ങനെ പെനാൽറ്റി അടക്കാൻ കാരണം എന്താ? റീസൺ എന്തെങ്കിലും മെൻഷൻ ചെയ്യോ? റീസൺ പർച്ചേസും സെയിലും തമ്മിൽ ഇതല്ല. പർച്ചേസ് ചെയ്തതിന്റെ അത്രയല്ലേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പർച്ചേസ് ലെസ്സും സെയിലും കൂടുതലും വന്നു. സെയില് കൂടുതലൊന്നും അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താ സെയില് കൂടുതലൊന്നും അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെയാ? പർച്ചേസ് വന്നിട്ടില്ല എന്നുള്ള എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത്? നിങ്ങൾക്ക് ഇൻപുട്ട് ഉണ്ടാവില്ല എന്നുള്ള കേസ് മാത്രല്ലേ? സെയില് നിങ്ങൾ കിട്ടിയതായതുകൊണ്ട് കറക്റ്റ് ആയിട്ട് സെയിൽ അടിച്ചിട്ടല്ല. സ്റ്റോക്ക് ഉണ്ടാവൂല, സ്റ്റോക്ക് ഇല്ല. സ്റ്റോക്ക് നോക്കുന്നവർ അതിനനുസരിച്ചിട്ടില്ല. കറക്റ്റ്. അതൊന്ന് ട്രാക്ക് ചെയ്യാനുള്ള സാധ്യത. അല്ല, എനിക്ക് Purchase മനസ്സിലായി. അത് വേണ്ടേ? നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒക്കെ എടുത്ത് നോക്കിയാൽ ഈ സാധനങ്ങളൊക്കെ കിട്ടും, ശരി. പക്ഷെ ഇത് നോട്ടീസ് വരാനുള്ള റീസൺ ഇതൊന്നും ആയിരിക്കില്ലല്ലോ. പർച്ചേസും സെയിലും തമ്മിൽ മിസ്മാച്ച് ഉണ്ട്. ആയിക്കോട്ടെ, അതായത് 2 സെയിൽ ലക്ഷം കൂടിയതല്ലേ? 40 ലക്ഷം സെയിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെ നോക്കുവോ? പർച്ചേസ് വളരെ കുറച്ചുള്ളൂ, സെയിലും ഹ്യൂജ് ഫിഗർ. അല്ല, അതിന് പ്രശ്നമല്ല, നമുക്ക് അതിന് ടാക്സ് അടച്ചിട്ടില്ലേ? ആ ടാക്സ്, അതെ, ഇവേഷൻ ഓഫ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് അവര് പെനാൽറ്റി കൊടുത്തു. എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കറക്റ്റ് ചെയ്യണോ? ഓക്കെ, കറക്റ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാം. 2-3 റീസൺ അതിന്റെ കൂടെ വേറെ ഓൾറെഡി പെനാൽറ്റി കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനി വേറെ 2-3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, ഇൻപുട്ടുമായി ബന്ധപ്പെട്ട ഒരു കേസ് മാത്രമേ നിലവിൽ നിങ്ങളുടെ പേരിലുള്ളൂ. അത് നിങ്ങൾ എടുത്തിട്ടില്ല, അതിനിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് അതിന് ഇൻപുട്ട് ടാക്സിന്റെ എലിജിബിലിറ്റി ഇല്ല, പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് വേണ്ട ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ നിങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് എന്നുള്ളതാണ്. ഇതായിരിക്കുമല്ലോ കേസ്. ഇതിന്റെ കൂടെ വേറെ എന്തോ സാധനം കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ? കാരണം നിങ്ങൾക്ക് ഇൻപുട്ട് വന്നു. ഉദാഹരണങ്ങൾ, എന്റെ കയ്യിൽ നിന്നാണ് ടാക്സ് വാങ്ങിയത്. വേണോപൻ സാറേ, എന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ സാധനം നിങ്ങൾ ടാക്സ് വാങ്ങിയെന്ന് വിചാരിച്ചോടെ? അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിക്കേ. അതിനൊരു ഇൻപുട്ട് ടാക്സ് നിങ്ങൾക്കാണ് ക്രെഡിറ്റ് ആയി കിട്ടേണ്ടത്. അത് ഉറപ്പായല്ലോ. അത് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. ഈ സാധനം നിങ്ങൾ ഇൻപുട്ട് എടുത്തിട്ടില്ല, അത് നിങ്ങളെ പ്രശ്നമല്ലല്ലോ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലാഭമാണ്. കാരണം ആ ഇൻപുട്ട് നേരെ ഗവൺമെന്റിലേക്ക് പോയിട്ടുണ്ട്.
അങ്ങനെ തന്നെ വെച്ചോളി. ഇനി നിങ്ങൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കസ്റ്റമർ അടുത്ത് വാങ്ങി നേരെ ഗവൺമെന്റിലേക്ക് ടാക്സ്, നിങ്ങളെ ഭാഗത്തുള്ള ഒഫൻസ് എന്താ? നിങ്ങൾ ഇൻപുട്ട് ടാക്സ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒഫൻസ്. അല്ല, സ്റ്റോക്ക് ചെക്ക് ചെയ്തപ്പോൾ പിടിച്ചു. പർച്ചേസ് ബിൽസുകള് നിങ്ങൾ എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യും. അതിൽ ചെറിയൊരു വ്യക്തത എത്താണ്ട് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെ അറിയോ? അതായത് എനിക്ക് മനസ്സിലായി സ്റ്റോക്കിന്റെ ഒക്കെ ശരിയാണ്, എന്നാലും ഇൻപുട്ട് ടാക്സ് നിങ്ങൾക്ക് നിങ്ങൾ എടുത്തിട്ടില്ല. അതിനിപ്പോ ഗവൺമെന്റ് എന്താ വരാനുള്ളത്? ഔട്ട്പുട്ട് നിങ്ങൾക്ക് വന്ന അതിന്റെ എത്ര എമൗണ്ട് വന്ന നിങ്ങൾക്ക് അടച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ എല്ലാ സാധനവും സ്റ്റോക്ക് ഉണ്ടാവും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരട്ടെ എന്നാണ് എന്റെ ഡൗട്ട് ചോദിക്കുന്നത് സാറേ. സിസ്റ്റത്തിൽ ഇപ്പോൾ 2024-25 വിട്ടിട്ട് സിസ്റ്റത്തിൽ കൊണ്ടുവരല് നിർബന്ധമാണ്. അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. ഞാൻ പറഞ്ഞു തരുന്നത്, ഇനി നിങ്ങൾ GST ഇല്ലാത്ത ഒരു ക്ലയന്റിന്റെ അടുത്ത് സാധനം വാങ്ങി അങ്ങനെ രീതിയിൽ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആ സാധനം സെയിലിൽ ടാക്സ് അടിച്ചിട്ട് വിൽക്കൂലേ? അതിന്റെ ടാക്സ് ഗവൺമെന്റ് അടിച്ചാൽ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ നല്ലൊരു മനുഷ്യരല്ലേ? നിങ്ങൾ എങ്ങനെ GST ഇല്ലാത്ത സാധനം വാങ്ങിയിട്ട് നിങ്ങൾ GST അടച്ചിട്ട് പോകുന്ന നിങ്ങൾ, പക്ഷെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂസും കൂടി ഉണ്ടാവും. അതെന്താ ചിലപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. അതിന്റെ പേരിലായിരിക്കും ഫൈൻ ഇട്ടിട്ടുണ്ടാവുക. നിങ്ങൾ പേപ്പർ നോട്ടീസോ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. എനിവേ കുഴപ്പമില്ല, നിങ്ങളൊന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നോട്ടീസ് അയച്ചാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ അങ്ങനെ നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹരിക്കും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഫൈൻ പറയാം. നോട്ടീസ് വന്നല്ല, നമ്മുടെ ഒരു ബിസിനസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ അറിയുന്ന ഒരു ആള്. അപ്പൊ നമ്മുടെ അക്കൗണ്ടിന്റെ പറഞ്ഞിട്ട് എനിക്ക് അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. എങ്ങനെ? നമ്മുടെ ഒരു സുഹൃത്ത് ബിസിനസ്മാനെ, ഒരു ഫ്രണ്ട്, അയാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. എത്ര ഫൈൻ അടച്ചിക്കണേ? എത്ര എമൗണ്ട് അടച്ചിക്കണേ? വലിയ എമൗണ്ട് ഒക്കെ നമുക്ക് തിരിച്ചു വാങ്ങാം. അത് ഞാൻ പിന്നീട് പറയാം സാറേ, അടുത്തതിൽ അത് സാററ്റ് ബന്ധപ്പെടേ നമുക്ക് സാറായിട്ട് ബന്ധപ്പെടാം. ഞാൻ വിളിക്കാം, പിന്നെ വിളിക്കാം. ഓക്കെ. പകുതി ഫാറൂഖ് ബാക്കി കൊടുത്തേ. വേറെ കുറച്ച് വലിയ എമൗണ്ട് ആണെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിവേ ശ്രദ്ധിക്കാം. എന്താണെന്നറിയില്ല, ഇത് മാത്രമായിരിക്കുള്ള ഒഫൻസ്. ഇത് മാത്രമാണെങ്കിൽ അങ്ങനെ ഒരു ഒഫൻസ് വരാൻ ചാൻസ് കുറവാണ്. എന്താ അറിയില്ല, എന്തോ റീസൺ ഉണ്ടാവും. അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടാവാം. നിങ്ങൾ പറഞ്ഞത് മാത്രമാണെങ്കിൽ ഒരു ഒഫൻസ് അല്ല, നിങ്ങളുടെ ഭാഗത്തുള്ള ഒഫൻസ് അല്ല. പിന്നെ നിങ്ങളുടെ കൗണ്ടർ പാർട്ടി നിങ്ങൾക്ക് അവരുടെ സെയില് കാണിക്കാത്തത് ഒരിക്കലും നിങ്ങളുടെ ഒഫൻസ് അല്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ കൗണ്ടർ പാർട്ടി അവര് GSTR 1 കാണിക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ 2A-ലും 2B-ലും ഈ ഒരു എമൗണ്ട് വരാത്തത്. ഒന്നിങ്ങനെ അങ്ങനെ തന്നെ ആലോചിച്ച് വെക്കും. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഇനി എന്നെ കൊണ്ട് GST അടുപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു 100% ഉത്തരവാദിത്വം ഒന്നല്ല. ഞാൻ നിങ്ങളുടെ പേര് GSTR 1 കാണിക്കാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് 2A-യും 2B-യും കിട്ടാത്തത്. അത് നിങ്ങളെ കൺസേണേ അല്ല. അത് GST ഓഫീസർ അയാൾക്കാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് അയാൾക്കാണ് കൊടുക്കേണ്ടത്. പക്ഷെ എന്തോന്നും അയാൾ മറച്ചു വെച്ചിട്ടാണ് നിങ്ങളോട് ആ നോട്ടീസിന്റെ ഫുൾ അയാൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കാം, എനിക്കറിയില്ല. നോട്ടീസ് കണ്ടാലേ അറിയാൻ പറ്റും. അല്ല, സ്റ്റോക്ക് മെയിൻ സംഗതി ഉണ്ടെങ്കിൽ സ്റ്റോക്ക് വെരിഫൈ ചെയ്ത മിസ്മാച്ച്, ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദാറ്റ് മിസ്മാച്ച് ഇൻ ദ സ്റ്റോക്ക്. കാരണം പർച്ചേസ് കഴിഞ്ഞ് സെയിൽസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫിസിക്കലി ഓഫീസർ അയാളുടെ ഓഫീസിൽ വിസിറ്റ് ചെയ്തോ? വിസിറ്റ് ചെയ്ത് ചെക്ക് ചെയ്തോ പ്രൊഡക്റ്റ് ഒക്കെ? അതെ, ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോഴും കടയിൽ ഉണ്ടാകാം. എന്തോ അതെന്തോ വേണ്ടത് അറിയില്ല. ചിലപ്പോ ഉണ്ടായിക്കോട്ടെ. നമുക്ക് എന്തായാലും പരിഹരിക്കാം. ആ പോട്ടെ, ഇല്ല. ഓക്കെ, അപ്പൊ ശരി. ഇനി നമ്മള് പതുക്കെ ഒരു ടോപ്പിക്കിലേക്ക് പോകും. നമ്മളെ മറ്റേ ടോപ്പിക് അവിടെ കിടക്കുന്നുണ്ട്, എക്സ്പോർട്ടിങ് എന്തോ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി TDS-മായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. TDS എന്ന് പറയുമ്പോ എന്താ? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പൊ TDS എന്ന് പറയുമ്പോൾ എവിടെയാണ് സാധാരണ രീതിയിൽ ഈ സാധനം കളക്ട് ചെയ്യാം? സർവീസ് അല്ലേ? സർവീസിന്റെ മുകളിൽ കളക്ട് ചെയ്യാം. റെന്റിന്റെ മുകളിൽ കളക്ട് ചെയ്യാം. സെയിൽസ്, സാലറി കളക്ട് ചെയ്യാം. TDS-ന് സാധാരണ രീതിയിൽ അഡ്വാൻസ് ഇൻകം ടാക്സിന് അഡ്വാൻസ് ടാക്സിലൊക്കെയാണ് TDS നമ്മൾ ഉൾപ്പെടുത്തുക. അല്ല, ഇൻകം ടാക്സ് ആക്ടില് അവരെന്ത് ചെയ്യണം? ഓരോ ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ ഏർണിങ്സ് അല്ലെ, അവരുടെ അതൊക്കെ താഴ്ന്നു പറയുന്ന പോലെ കമ്മീഷൻ, ലോട്ടറി, ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്.
അപ്പം 26 ഇൻകം days. ടാക്സിന്റെ ആക്ട് പ്രകാരം ടാക്സബിൾ പേഴ്സൺ എന്ത് ചെയ്തോളണം? അവരുടെ ഇൻകം ടാക്സ് എല്ലാ വർഷവും അവർ ഇൻകം ടാക്സ് ഫയൽ ചെയ്തോണം. അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ അഡ്വാൻസ് ടാക്സുകൾ കൊടുക്കേണ്ടി വരും. ഈ ഇൻകം ടാക്സ് എപ്പോഴും TDS എപ്പോഴും അഡ്വാൻസ് ടാക്സ് ആണ്. അഡ്വാൻസ് ആയിട്ട് ആ ഒരു ബിസിനസ് നടക്കുമ്പോൾ അതിന്റെ ഇവന്റിനോട് കൂടെ തന്നെ ഈ ഒരു ടാക്സ് എന്ത് ചെയ്യും? അവര് കളക്ട് ചെയ്യും. അപ്പൊ ഈ അഡ്വാൻസ് ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് TDS എന്ന് പറയുന്നത്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നുള്ളത്. അപ്പൊ ഇത് കമ്മീഷന്റെ പേരിൽ പിടിക്കാം, ബ്രോക്കറേജിന്റെ പേരിൽ പിടിക്കാം, പിന്നെ പ്രൊഫഷണൽ കൺസൾട്ടൻസിന്റെ പേരിൽ പിടിക്കാം. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഇതേപോലത്തെ 10-26ഓളം കേസുകൾ വേറെ തന്നെ ഉണ്ട്. ഇവരുടെ നിന്നൊക്കെ എന്ത് ചെയ്യണം? ഒരു ഫിക്സഡ് പെർസെന്റേജ് എന്ത് ചെയ്യണം? അവരെ ആ ഒരു സർവീസ് ഒക്കർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പിടിച്ചിരിക്കണം. ക്ലിയർ ആയല്ലോ? അതിനൊരു ത്രഷോൾഡ് ലിമിറ്റ് ഇല്ലേ സാറേ? ത്രഷോൾഡ് ലിമിറ്റ് ഇല്ലേ? ഓരോന്നിനും അതാണ് ഞാൻ പറഞ്ഞ ഫിക്സഡ് സം എമൗണ്ട്. അപ്പൊ ഓരോന്നിനും നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പൊ ഈ പിരിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ, ഡിഡക്റ്റഡ് എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? TDS. TDS എന്ന് വിളിക്കാം. ഈ TDS എമൗണ്ട് എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യുന്ന ആള് ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യണം? ഇയാളുടെ പേരിൽ ഓൺ ബിഹാഫ് ഓഫ് ദ ഡിഡക്റ്റിയുടെ പേരിൽ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് അടക്കണം. പിന്നെന്ത് ചെയ്യും? ഈ ഡിഡക്റ്റിക്ക് എന്ത് ചെയ്യാം? അത് IT റിട്ടേൺ ഫയൽ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എമൗണ്ട് ടാക്സ് ക്ലെയിം ആയിട്ട് എടുക്കുകയും ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇതിനകത്ത് രണ്ട് പാർട്ടിക്കാരുള്ളത്. ഒന്ന് ഡിഡക്റ്റി, മറ്റൊന്ന് ഡിഡക്റ്റർ. ഡിഡക്റ്റ് ചെയ്യുന്ന ആളും ആരുടെ പേരിലാണോ ഡിഡക്റ്റ് ചെയ്യുന്ന അവരെ ഡിഡക്റ്റ് എന്ന് വിളിക്കാം. അപ്പൊ ആ എമൗണ്ട് പിടിച്ചു വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് പഠിച്ചോളെ, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ എക്സാമ്പിൾ പറയാം. എന്റെ ഒരു സംശയം ചോദിച്ചു. എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ, ഇപ്പൊ ഇവര് നമ്മളെ കമ്മീഷൻ ആണെങ്കിലും സാലറി ആണെങ്കിലും ഇപ്പൊ TDS നമ്മളെ സ്ഥാപനം അടക്കുന്നു. പിന്നെ അത് എങ്ങനെ നമുക്ക് റിട്ടേൺ കിട്ടുക? കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തായാലും ഗവൺമെന്റിലേക്ക് അടക്കേണ്ട സംഖ്യ അല്ലേ അത്? എങ്ങനെ നമുക്ക് ചെറിയ എക്സാമ്പിൾ ആക്കി പറഞ്ഞുതരാം. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടുന്നതാണ് ചോദിക്കുന്നത്. നമ്മൾ ഗവൺമെന്റ് അടക്കാനുള്ളതല്ലേ, അതുകൊണ്ടല്ലേ നമ്മളെ പിടിച്ചത്. വരും, അതൊരു ചോദ്യമാണ്. അതിന് നമുക്ക് ചെറിയൊരു സൊല്യൂഷൻ ആക്കി തരാം. ഇപ്പോ നോക്കാം, സ്ക്രീൻ കാണുന്നില്ലേ? നമുക്ക് റെന്റിന്റെ കേസ് പിടിച്ചോളി. ഇത്ര റെന്റിന്റെ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു പ്രൊഫഷണൽ ഫീ പിടിച്ചോളി. 10% പ്രൊഫഷണൽ ഫീ. നമുക്ക് അറിയുന്ന ഒരു സാധനം പ്രൊഫഷണൽ ഫീസ്. ഇപ്പം എല്ലാ മാസവും എന്താ പറയാ, ഫാറൂഖ് ഭായി എന്റെ അടുത്തുനിന്ന് എന്തോ ഒരു എന്താ പറയാ ഒരു പ്രൊഫഷണൽ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട് എന്റെ കയ്യിൽ നിന്ന് ഫാറൂഖ് ഭായി കളക്ട് ചെയ്ത്. അതായത് ചിലപ്പോൾ ഫാറൂഖ് ഭായിയുടെ അക്കൗണ്ട്സ് കൺസൾട്ട് ചെയ്യുന്ന ഒരു വർക്ക് ആയിരിക്കാം, ഫാറൂഖ് ഭായിയുടെ ബിസിനസിനെ ഞാൻ മാനേജ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കാം. അപ്പൊ ഞാനൊരു 1 lakh റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്, സോറി, ഫാറൂഖ് ഭായി എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് 1 lakh റുപ്പീസ് എന്ത് ചെയ്തു? പ്രൊഫഷണൽ ഫീ ആയിട്ട് ഫാറൂഖ് ഭായി എനിക്ക് തന്നു. എത്ര രൂപ? 1 lakh റുപ്പീസ്. ഞാൻ എന്താ ചെയ്തു കൊടുക്കുന്നത്? ഫാറൂഖ് ഭായിക്ക് ഒരു XYZ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഉണ്ട്. XYZ എന്ന് പറഞ്ഞൊരു ബിസിനസ് ഉണ്ട്. ഈ ബിസിനസിന്റെ കൺസൾട്ടിങ് സർവീസ്, അതായത് ഈ ബിസിനസിന്റെ മാനേജിങ് സർവീസോ അഡ്വർടൈസ്മെന്റ് സർവീസോ ഇതെന്തോ ഒരു സംഭവം ഞാൻ പുറത്തുള്ള ഒരാളാണ്. ഫാറൂഖ് ഭായി ഒരു മാസം എന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് 1 lakh റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്? 1 lakh റുപ്പീസ് എനിക്ക് കൺസൾട്ടിങ് ഫീ ആയിട്ട് തരുന്നുണ്ട്. എമൗണ്ട് ചോദിച്ചോളി, 1 lakh. 1 lakh റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്? കൺസൾട്ടിങ് ഫീ ആയിട്ട് തരുന്നുണ്ട്. കൺസൾട്ടിങ് ഫീ ആയിട്ട് ഫാറൂഖ് ഭായി തരുന്നുണ്ട്. പിന്നെ പിടിക്കേണ്ട TDS എമൗണ്ട് എന്ന് പറയുന്നത് 10% ആണ്. പ്രൊഫഷണൽ കൺസൾട്ടിങ് ഫീ എന്നത് 10% ആണ് പിടിക്കേണ്ടത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനാണ് എനിക്ക് 10% ആണ്, സോറി, എനിക്ക് 1 ലക്ഷം രൂപ തരുന്നു. അതിന്റെ 10% ഫാറൂഖ് ഭായി തരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു? എന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. അത് എത്ര രൂപ ഉണ്ടോ? 10%. 10,000. ഈ 10,000 ഫാറൂഖ് ഭായി എന്റെ കയ്യിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എനിക്ക് ഫാറൂഖ് ഭായി എത്ര തരുന്നുള്ളൂ? 90,000 തരുന്നുള്ളൂ. ബാക്കി 10% എന്റെ ബിഹാഫില് ഫാറൂഖ് ഭായി എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിലേക്ക് അടക്കുന്നു. ക്ലിയർ ആയല്ലോ? മീൻസ്
10,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് കടക്കുന്നു എന്ന് തന്നെ വിചാരിച്ചോളി. ഇല്ലേ? ഇങ്ങനെ എല്ലാ മാസവും ഫാറൂഖ് ഭായി എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പോലെ തരുന്നുണ്ട്. എല്ലാ മാസവും ഫാറൂഖ് ഭായി എന്റെ കയ്യിൽ നിന്ന് 10% ഡിഡക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയില്ല ഫാറൂഖ് ഭായി? അങ്ങനെ ഒരു വർഷത്തെ കണക്കെടുക്കാണ്. അപ്പം എന്റെ പേരിൽ അഡ്വാൻസ് ആയിട്ട് ഫാറൂഖ് ഭായി എന്ത് ചെയ്യാണ്? TDS ഗവൺമെന്റിലേക്ക് പേ ചെയ്യാണ് 12 മാസവും. ഇതുവരെ ക്ലിയർ ആയോ ഫാറൂഖ് ഭായി? ഉറപ്പല്ലേ? ഇനി ഞാന് ഈ വർഷം 12 മാസം കഴിഞ്ഞു. ഞാൻ എന്റെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഹലോ, ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനെ ഞാൻ എന്റെ ഇൻകം ടാക്സിന്റെ സൈറ്റിനകത്ത് കയറി ITR 1 ഒക്കെ ഫില്ല് ചെയ്ത് ഇങ്ങനെ പോയി അതിന്റെ ടോട്ടൽ ഇൻകം, ഗ്രോസ് ഇൻകം എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് മൊത്തത്തിൽ ഞാൻ എന്റെ ഇൻകംസ് ഒക്കെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഈ വർഷം ശരിക്കും ഞാൻ ഗവൺമെന്റിലേക്ക് അടക്കേണ്ട തുക എന്ന് പറയുന്നത് ആക്ച്വലി ഗവൺമെന്റിലേക്ക് അടക്കേണ്ടത് മൊത്തം നോക്കുമ്പോൾ ഒരു 50,000 രൂപയുള്ളൂ. ശരിക്കും എന്റെ കിട്ടാനുള്ളതും കുറക്കാനുള്ളതും എല്ലാ എമൗണ്ട് നോക്കിയിട്ട് ആക്ച്വലി ഞാൻ അടക്കേണ്ട എമൗണ്ട് എത്രയേ ഉള്ളൂ? 50,000 രൂപയാണ് ഞാൻ അടക്കാനുള്ളത്. ഓൾറെഡി എന്റെ പേരിൽ എത്ര രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്? 1,20,000. 1,20,000 റുപ്പീസ്. ഞാൻ സിനാരിയോക്ക് പറയാണ് 1,20,000 രൂപ എന്റെ പേരിൽ ഓൾറെഡി അടച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്റെ ഹലോ ഓക്കെ എന്റെ പേരിൽ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്രയുണ്ട്? 1,00,000 സോറി എന്റെ ഇൻകം ടാക്സിന്റെ അക്കൗണ്ടിൽ, ഇൻകം ടാക്സിന്റെ ലെഡ്ജറിൽ, അങ്ങനെ എന്തിച്ചോളി, ഇൻകം ടാക്സിന്റെ ലെഡ്ജറിൽ 1,20,000 രൂപ ക്രെഡിറ്റ് ആയി കിടക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ എത്ര ഗവൺമെന്റിലേക്ക് അടക്കാനുള്ളൂ? 50 അടയ്ക്കാനുള്ളൂ. കണക്ക് കൂട്ടി നോക്കുമ്പോ 50 അടക്കാനുള്ളൂ. ഞാൻ ചോദിച്ചാൽ ഓൾറെഡി ഞാൻ എന്ത് ചെയ്തു? അടച്ചുപോയി. ഈ ബാക്കിയുള്ള ബാലൻസ് എമൗണ്ട് ഇല്ലേ, ഉണ്ടോ? 70,000. 70,000. ഈ 70,000 ഇവര് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യാനുള്ള ബാങ്ക് അക്കൗണ്ട് റീഫണ്ട് ബാങ്ക് അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഈ എമൗണ്ട് എന്ത് ചെയ്യും? എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആയിട്ട് കയറും. സെറ്റ് ആയില്ലേ ഫാറൂഖ് ഭായ്? അല്ല ഫാറൂഖ് ഭായ് സെറ്റ് ആയില്ല? എവിടെ പോയോ? ഇവിടെ ഉണ്ട്, നമ്മളിവിടെ ഉണ്ട്. ഫാറൂഖ് ഭായ് പോയാ? ഇതിന് ത്രഷോൾഡ് ലിമിറ്റ് വല്ലതും ഉണ്ടോ? ത്രഷോൾഡ് ലിമിറ്റ് ഓരോന്നിനുണ്ട്. ഫാറൂഖ് ഭായ് ഒക്കെ പറഞ്ഞ കഥ ഇട്ട് പോയില്ലേ? പേഴ്സണിന് ഇത്ര അങ്ങനെയല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി നോക്കണേ, ഇങ്ങനെ കളക്ട് ചെയ്ത് പോയി. ഇനി നേരെ വേറെ തിരിച്ചൊരു സിനാരിയോ ആലോചിക്കും. ഞാൻ എല്ലാം കണക്കൂട്ടി നോക്കുമ്പോ ഈ മാസം ഞാൻ ഒരു 2,00,000 രൂപ, അല്ല ഈ ഒരു വർഷം ഞാൻ 2,00,000 രൂപ ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യാനുണ്ട്. 2,00,000 രൂപ ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യാനുണ്ട്. ഓൾറെഡി എന്റെ പേരിൽ 1,20,000 രൂപ അഡ്വാൻസ് ആയിട്ട് വേറെ ആരോ അടച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി 80,000 രൂപ മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി? അതുകൊണ്ടാണ് ഈ അടച്ച അഡ്വാൻസ് എമൗണ്ടുകളെയൊക്കെ നമ്മൾ വിളിക്കുന്നത് അഡ്വാൻസ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? സർട്ടിഫിക്കറ്റ് കിട്ടും. കിട്ടും. TDSന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഈ കേസിൽ മാത്രമല്ല കേട്ടോ, ഈ ഒരു കേസിൽ മാത്രമല്ല. ഇപ്പോ ഈ പ്രൈവറ്റ് ആയിട്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ, ഈ പ്രൈവറ്റ് ആയിട്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ അവരെന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് TDS ആയിട്ട് എമൗണ്ട് പേ ചെയ്യണം. അതായത് ഫോറിൻ ട്രാവലിങ്ങിന്റെ TDS ആയിട്ട് എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യണം. ഈ ടാക്സ് പേ ചെയ്താല് ഇവരുടെ പേരിൽ എന്താ ഈ ഹജ്ജിനൊക്കെ അല്ലെങ്കിൽ പുറത്തൊക്കെ ഇതിന് പോകുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് ഈ ടൂർ ഏജൻസിയോ ആരാണോ ഇവരെ കൊണ്ടുപോകുന്നത് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? അഡ്വാൻസ് ആയിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. അത് മിക്കവാറും സാധുക്കൾ അറിയത്തില്ല ഇങ്ങനെ ഒരു എമൗണ്ട് ടാക്സ് ആയിട്ടാ വാങ്ങിയതെന്നോ. ഇത് ഹജ്ജിന് ഒരു സാധാരണ നോർമൽ കേസ് നടക്കുന്ന സിനാരിയോ പറഞ്ഞെന്നോ, ഹജ്ജ് പിൽഗ്രിംസിന് പോകുന്ന ആളുകൾ. അപ്പൊ ഈ പാവങ്ങൾക്ക്, ഈ പ്രായമുള്ള ആളുകൾക്ക് ആക്ച്വലി അറിയില്ല ഇങ്ങനെ ഒരു എമൗണ്ട് ഇവരെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടെന്ന് അറിയില്ല. ശരിക്കും ഇവരെന്ത് ചെയ്യണം? ഹജ്ജിന് പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻകം ടാക്സ് കറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കൊടുത്ത പൈസ മുഴുവൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ റീഫണ്ട് ആയിട്ട് കിട്ടും. ഇത് പാവങ്ങൾക്ക് പലരും അറിയില്ല. പല ആളുകളുടെയും പൈസ ലാപ്സ് ആയി പോവാണ് ചെയ്യാം. പറ്റുമെങ്കിൽ ചെയ്തോളിട്ടോ. പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ഇൻകം ടാക്സോ കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യാൻ പഠിച്ചിട്ട് ഈ പറയുന്ന നാട്ടിൽ ആരെങ്കിലും ഒക്കെ പോകുന്ന ആളുകളോട് ചോദിക്കുക, നിങ്ങളുടെ ഇൻകം ടാക്സ് ഞാൻ ഫയൽ ചെയ്ത് തരാം, ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട്
നിങ്ങളെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിയിട്ട് അതിന്റെ ഒരു 20% എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. മാർക്കറ്റ് ഗ്യാപ്പാണ്, ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളി, നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു ചാൻസ് ആണ്. ഇങ്ങനെ പല ഡീറ്റെയിൽ. ഇപ്പൊ ഇതേപോലെ തന്നെ മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ ഈ MLM ബിസിനസ് ചെയ്യുന്ന ആളുകൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കേട്ടിട്ടുണ്ടേ? യെസ്. എന്തൊക്കെയായിരുന്നു കമ്പനിന്റെ പേര് പറയുകയാണെങ്കിൽ? ആംവേ. അതേപോലത്തെ കുറെ സാധനങ്ങള്. ആംവേ, സ്മാർട്ട് വേ, മൈ ലൈഫ്, ഗോദ്രേജ്, ഹയർ ഇങ്ങനത്തെ കുറെ സാധനം പറഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ല. ഹൈറിച്ച്, വേറെ എന്താ കുറെ സാധനം ഇപ്പൊ ഒന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ ഒക്കെ പോയില്ലേ? അല്ല, കുറെ കമ്പനികളൊക്കെ പോയി തോന്നുന്നു. ഓക്കെ, എനിവേ കമ്പനികളുടെ പേര് പോലെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ. ഓല് ഇഷ്ടം പോലെ ചെയ്തോട്ടെ, നമ്മളതിന് ഗുണമില്ല ദോഷമില്ല. ഞാൻ എന്തായാലും ചെയ്യില്ല, അത്രേ ഉള്ളൂ. ബാക്കി ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം പോലെ ചെയ്യാലോ. ഇനി അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല കമ്പനി ആണെങ്കിൽ ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്താ? കമ്മീഷൻ ആണ് അല്ലെ? ഹലോ, ഡയറക്ട് സെല്ലിങ്ങിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്താ? കമ്മീഷൻ. അതായത് ഓന്റെ അടുത്ത് പിരിക്കുക, ഓനെ പിരിക്കുക, ഓൻ 4 ആൾക്കാരെ കൊണ്ടുവരിക, 4 ആൾക്കാർ 3 ആൾക്കാരെ കൊണ്ടുവരിക, 3 ആൾക്കാർ പിന്നെ ഇവരെ ഇങ്ങനെ ഓരോ ചെയിൻ ഇങ്ങനെ പോകും. ആ ചെയിൻ എന്ന് പറഞ്ഞാൽ പിന്നെ ബൈനറി, സെക്കൻഡറി, ഫുള്ള് കമ്മീഷൻ അടി ഭയങ്കര പരിപാടി ആയിരിക്കും. അതായത് നമ്മളെ പൈസ കൊടുത്താൽ ഇങ്ങനെ കണ്ടാണ് വീതിച്ചാണ് കൊടുക്കും 4-5 ആൾക്കാർക്ക്. അത്രേ ഉള്ളൂ. MLM-ന്റെ ലോജിക്ക് അത്രേ ഉള്ളൂ. ഞാനിപ്പോ ഒരു പ്രൊഡക്റ്റ് 3000 രൂപന്റെ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയാല് എന്റെ ആക്ച്വൽ കോസ്റ്റ് 300 റുപ്യ ഉണ്ടാവുള്ളൂ. ബാക്കി 2700 റുപ്യയും ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഇങ്ങനെ ലെവലിംഗ് ഇൻകം അങ്ങനെയൊക്കെ. അങ്ങനെയാണ് പോലെ പരിപാടി. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കണത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പേഴ്സണലി ഒന്ന് തിരിച്ചു തന്നാൽ മതി. എനിക്ക് അത്രേ അറിയുള്ളൂ, വലിയ നോളജ് ഇല്ല. അപ്പൊ എന്തായാലും നമ്മള് എങ്ങനെ അങ്ങനെ തന്നെ അല്ലേ? മാറ്റണ്ടോ? എനിക്കറിയില്ല, ഞാൻ അത്ര മനസ്സിലാക്കി. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്കറിയില്ല. പഠിക്കാനല്ലേ, അക്കാഡമിക് സംഭവത്തിന് വേണ്ടിട്ടാ അതെ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഞാൻ എന്തെങ്കിലും മാറ്റം അതിന്റെ നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്കല്ലേ പോകുന്നത്. അതിന്റെ ഇൻകം, അതിന്റെ TDS എങ്ങനെ കളക്ട് ചെയ്ത് പിടിച്ചു പോകണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സാമ്പിൾ അതിന് സൂട്ട് ആവില്ല. അതാണ് ചോദിച്ചത്. ആരാ ഉള്ളതെന്ന് വെച്ചാൽ പറയും. MLM മൾട്ടി ലെവൽ മാർക്കറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് അതിനകത്ത്? ഒന്ന് പറഞ്ഞേരേ. ML അതായത് ഹൈ റീച്ച് അങ്ങനത്തെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്ത്. അത് മോശം ബിസിനസ് നല്ല അർത്ഥത്തിലാണ്. നിങ്ങൾ ആരും അല്ലെന്ന് പറയുന്നത്. മൾട്ടി ലെവൽ ബിസിനസ് മാർക്കറ്റിംഗ് നല്ല മാർക്കറ്റിംഗ് രീതി തന്നെയാണ്. അതിന് മോശമൊന്നുമില്ല, അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ രീതി തന്നെയാണോ അതിന്റെ രീതി എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. എന്ത് മനുഷ്യന്മാരെ, ആൾക്കാർ ആരുമില്ല ഇപ്പൊ, ആരും ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാവരും സ്റ്റാറ്റസിൽ സാധനം കാണല്ലോ. ആരുമില്ലേ? കൊല ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഒരു 2 ആള് 3 ആള് 4 ആള് ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സാധനം. ഐറിച്ചിനെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്ക് അങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച് ഒരു അഭിപ്രായമില്ല. പക്ഷെ ഇതെങ്ങനെയാണോ സംഭവം ഒന്ന് പറഞ്ഞത് മതി. ഞാൻ പറഞ്ഞു നോക്കാം. ഇത് ഞാൻ അതിന്റെ ഒരു TDS അതിനകത്തേക്ക് എങ്ങനെ കണക്ട് ആവുന്നതെന്ന് പറയണം. ഇത് ഈ ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ ഒരു ബിസിനസ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണെങ്കിലാണ് ഇത് TDS അപ്ലിക്കബിൾ ആയി വരുന്നത്. ഇവിടെ ഒരാൾ മനുഷ്യൻ മീൻസ് താജുവിനെ തന്നെ പിടിക്കാൻ പോയത്. താജു ആണ് മൾട്ടി ലെവലിലാണ്. ഇത് പറഞ്ഞോ താജു, തമാശ പറഞ്ഞ താജു എന്ന് പറഞ്ഞ ഒരാളെ ഇത് വരക്കും തന്നെ ചിരി വരും. താജു ഇവിടെ വേറെ ഒരാള് താജു എന്നെ ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവന്നു, പിന്നെ സഹലാനും ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ തോന്നുന്ന ഒരു പരിപാടി. ഇത് വരുമ്പോഴാണ് TDS അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോ പിന്നെ ഓക്കെ, ഇത് സഹല, ഓക്കെ, ഞാന് ഓക്കെ. ആദ്യം എന്ത് ചെയ്യാണ്? ബിസിനസ്സിന് നമ്മളെ അതായത് ഇവരുടെ ഈ MLM മാർക്കറ്റിലേക്ക് ഒരാള് റെഫർ ചെയ്യുന്നു, താജു എന്നെ റെഫർ ചെയ്യുന്നു. ഓക്കെ, ഇത് ഈ ഒരു ബിസിനസ്സിനകത്തേക്ക് ഇത് ചെയിൻ പോലെയാണ്. അതുകൊണ്ടാണ് മണി ചെയിൻ എന്ന് പറയാം. മണി ചെയിൻ ആയിരിക്കില്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇതിന്റെ പേരൊന്നും എനിക്ക് ഇതിനെ കുറിച്ച് അറിയാത്ത ഒരാളെ സംസാരിക്കണം. ഞാൻ ആരെങ്കിലും ഒരാളെ പ്രോത്സാഹിപ്പിക്കാനോ മോശമാക്കാനോ പറയല്ല. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു കോസ്റ്റ് നിങ്ങൾ ചിന്തിച്ചോളി. ഒരു 10K ആണ് ഇതിനകത്ത് വരിക. ഇതിനകത്ത് വരുന്നത് ഒരു 10K ആണ്. ഞാനും 10,000 കൊണ്ടുവന്നു, 10,000 കൊണ്ടുവന്നു. 10,000ത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തു. ഇത് പൈസ എന്ന് ആരും പറയില്ല. സംഭവം ഇത് വീതിക്കാണെങ്കിലും ഇതിങ്ങനെ പറയുള്ളൂ, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാന്ന് പറയാം. പക്ഷെ ബിഹൈൻഡ് ദ സീന് പൈസ കൊണ്ടുള്ള ഗെയിം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയത് ബിഹൈൻഡ് ദ സീൻ പൈസ കൊണ്ട് ഗെയിമാണ്. ആക്ച്വലി ഈ ഒരു 10,000 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റിന്റെ വില ഒരു 3,000 ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതാരും സമ്മതിച്ചു തരത്തില്ല. അത്ര നല്ല
അതിനെക്കാട്ടിലും വലിയ വിലയുള്ള ഒരു സാധനമാണ് നിങ്ങൾക്ക് കിട്ടുക തന്നെ പറയുള്ളൂ. ഓക്കെ, അപ്പൊ ആക്ച്വലി ഈ ഒരു 3000 രൂപ എന്ത് ചെയ്യും? ഇതിലുള്ള 3000 രൂപ നേരെ കമ്പനിയിലേക്ക് പോകും. ഇതിനുള്ള 3000 രൂപ നേരെ കമ്പനിയിലേക്ക് പോകും. മീൻസ് കമ്പനിക്ക് ഇതിന്റെ ഒറിജിനൽ കോസ്റ്റ് കിട്ടി. ബാക്കി 7000 രൂപ ഉണ്ടാവുമല്ലോ. ബാക്കി 7000 റുപ്പീസ് ഉണ്ടാവുമല്ലോ. എന്റെ അടുത്ത് 7 ഉണ്ടാവും, എന്റെ അടുത്ത് 7 ഉണ്ടാവും. ഓക്കെ, 7 എന്ത് ചെയ്യും? ഇവനെടുക്കും. 7ന്റെ 1% ഇവനെടുക്കും. ഇവന്റെ 7ന്റെ പെർസെന്റേജ് 1% താജു എടുക്കും. താജുവിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നുണ്ടാവില്ലേ, അവനും ഇതിന്റെ ഒരു പെർസെന്റേജ് എടുക്കും, ഇവനും ഇതിന്റെ പെർസെന്റേജ് എടുക്കും. ഓക്കെ, ഇവനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആരുണ്ടാവില്ലേ, അവനും ഒരു പെർസെന്റേജ് എടുക്കും, ഇവനും ഒരു പെർസെന്റേജ് എടുക്കും. ഇവരെ കൊണ്ടുവന്നുണ്ടാവില്ലേ, അവനും ഒരു പെർസെന്റേജ് എടുക്കും, ഇവനൊരു ഇതാണ് ഇതിന്റെ ഒരു ഗെയിം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അതായത് ഇത് എന്തുകൊണ്ടാണ് പ്രീവിയസ്ലി മണി ചെയിൻ എന്നുള്ള പരിപാടി, അതായത് പൈസ ഇങ്ങനെ എടുക്കുന്നു, അതിങ്ങനെ വീതിച്ചു കൊടുക്കുന്നു, അടുത്ത ആളെ കൊണ്ടുവരുന്നു, അവന് പൈസ വീതിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ മുകളിൽ ഇരിക്കുന്നവന് പല പൈസ ആയിരിക്കും. കാരണം പല സ്ഥലത്തും വരും. അപ്പൊ ഇത് മുമ്പ് ഇറ്റ് വാസ് എൻ മണി ചെയിൻ. മുമ്പ് ഒരു മണി ചെയിൻ പരിപാടിയായിരുന്നു. പൈസ മുകളിൽ ഉണ്ടാക്കുന്ന ഒരുത്തൻ ഉണ്ടാക്കി എടുക്കുന്ന ഐഡിയ. അപ്പൊ ഗവൺമെന്റ് അതിനെ നിരോധിക്കുകയാണ്. മണി കുമുലേഷൻ ആക്ട് വഴി ഗവൺമെന്റ് അതിനെ നിരോധിക്കുകയാണ്. പക്ഷേ സാറേ ഇപ്പൊ വരുന്നതൊക്കെ പ്രൊഡക്റ്റ് ബേസിലല്ലേ വരുന്നത്? ഞാൻ ആ ഒരു പോയിന്റ് വരാം. അതായത് ഈ ഒരു മണി കുമുലേഷൻ, പൈസ കൊണ്ടുള്ള കളി, ഇപ്പൊ അതും മാറിയിട്ട് ക്രിപ്റ്റോ കറൻസിന്റെ കുമുലേഷൻ ഇപ്പൊ വരുന്നത്. ക്രിപ്റ്റോ കറൻസി ഇത്ര USD ഇത്ര കിട്ടും, USD ഇതുവരെ ഇത്ര കിട്ടും, അല്ലെങ്കിൽ ബിനാൻസിന്റെ കോയിൻ ഇത്ര കിട്ടും, ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രൊജക്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ എങ്ങനെ ചിന്തിക്കാം. എനിവേ, ഈ പൈസയാണ് വരുന്നത്. അപ്പൊ അവിടെ ഗവൺമെന്റിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ ഒരു പ്രൊഡക്റ്റിനാണ് കൊണ്ടുപോയിട്ടാണ്. ആക്ച്വലി 7000 റുപ്യന്റെ മണിയുടെ ട്രാൻസ്ഫറിങ് നടക്കുന്നിടത്ത് ഈ പ്രൊഡക്റ്റിന് അവർ 10,000 റുപ്യ എന്ന് പറയുമ്പോൾ എന്തായി? പ്രൊഡക്റ്റ് ആണ് വാങ്ങലും വെക്കലും നടക്കുന്നത്. ആക്ച്വൽ ബിഹൈൻഡ് ദ സീനിൽ പൈസ ആയിരിക്കും കളിക്കുക. അപ്പൊ ഗവൺമെന്റ് കണ്ണുപൊടിയിടാണ്ട് എന്ത് ചെയ്യും? ഈ 10,000 റുപ്യന്റെ GST പോവും, കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ അടച്ചു കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ടാക്സ് അടച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഈ പരിപാടികൾ എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു സീന്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ടാക്സ് ഈ സാധനത്തിനകത്ത് എങ്ങനെയാണ് ഇത് ബാധിക്കുക? ചിന്തിച്ചോളെ. ഈ MLM ചെയ്യുന്ന 90% ആളുകൾക്കും ഇൻകം ടാക്സ് നോട്ടീസ് വരും. ഒരിക്കലും അവർ തട്ടിപ്പ് നടത്തി എന്നുള്ളത് കൊണ്ടുവരുന്ന നോട്ടീസ് അല്ല, കാഷ്വൽ ആയിട്ടുള്ള നോട്ടീസ്. അതായത് ഇതെങ്ങനെ ചെയ്യണം ചോദിക്കാം. ഈ കമ്പനി ഉണ്ടല്ലോ, 3000 രൂപ കിട്ടുന്ന കമ്പനി അവന് പ്രൊഡക്റ്റ് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഈ കമ്പനി ഈസ് ലാബിൾ ടു പേ ദ കമ്മീഷൻ. അതെങ്ങനെയാണ്? ബൈ ദിസ് വേ. വഴി ഒരാളുകൾ ചേർന്നു, ആളുകൾക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നു ചെയ്യുന്നു. ആ പെർസെന്റേജുകളെല്ലാം തന്നെ കമ്പനി പിടിച്ചിട്ടാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. ഈ 10,000 രൂപയും കമ്പനിയോട് എടുക്കും. കമ്പനി അതിന് 3000 രൂപ ഓരോ പ്രൊഡക്റ്റുകൾ മാറ്റി വെക്കും. ബാക്കി 7000 രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ആസ് എ കമ്മീഷൻ എന്നുള്ള രീതിയിൽ. പല സ്റ്റേജസിനകത്ത് ബൈനറി, സെക്കൻഡറി, 1ാം ലെവല്, 2ാം ലെവല്, 3ാം ലെവല്, 4 ലെവൽ ഇൻകം, 10 ലെവൽ ഇൻകം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ പരിപാടി. 10 ലെവൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇവന് കിട്ടുന്ന പ്രോഫിറ്റ് 10 ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഒരു 10 ലെവലിൽ. അതായത് 3000 രൂപ കമ്പനി എടുത്തു, ബാക്കിയുള്ള ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാ? കമ്പനിയാണ്. കമ്പനി എങ്ങനെയാ കൊടുക്കുന്നത്? കമ്മീഷൻ ആയിട്ടാണ് അതിലത് ജോയിൻ ചെയ്താൽ കൊടുക്കുന്നത്. ഈ കമ്മീഷൻ കൊടുക്കുമ്പോൾ 10% എന്ത് ചെയ്യും? കട്ട് ചെയ്തിട്ടാണ് ഈവന്റെ. അതുകൊണ്ട് ഈ നല്ല കമ്പനികളൊക്കെ ചേർന്ന് പാൻ കാർഡ് ചോദിക്കും. പാൻ കാർഡ് നിർബന്ധമായിരിക്കും. എന്തിനറിയോ? നിങ്ങളുടെ TDS കട്ട് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. ശ്രദ്ധിച്ചോളെ, TDS കട്ട് ചെയ്തിട്ട്, അതായത് ഇപ്പോ താജുവിന് ഞാനൊരു 10,000 രൂപ കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ 10% കട്ട് ചെയ്യും. മീൻസ് എത്ര? 10,000-ന് 10% എത്ര? 1000 റുപ്യ. എത്രടാ താജിയുടെ? 1000 റുപ്യ. ആജി MLA ഒക്കെ ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്ക. ഓക്കെ, അപ്പൊ 1000 റുപ്യ എന്ത് ചെയ്തു? 10,000 രൂപ താജുവിന് കിട്ടേണ്ട അടുത്ത് അതിന്റെ അക്കൗണ്ടിൽ 10,000 റിസീവ്ഡ് എന്നൊക്കെ കാണിക്കും. അതിനകത്ത് 10% കട്ടിങ്, കമ്പനീന്റെ മറ്റേ കട്ടിങ്, ഈ കട്ടിങ് ഒക്കെ കഴിയുമ്പോഴത്തേന് താജുവിന് ഒരു 7 റുപ്യ ഒക്കെ കിട്ടും. 1000 റുപ്യ താജുവിന്റെ പാൻ കാർഡിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഡിഡക്റ്റർ എന്നുള്ള രീതിയിൽ കമ്പനി എന്ത് ചെയ്യും? ഡിഡക്റ്റിയുടെ പേരിൽ എന്ത് ചെയ്യും? അടക്കും. ഫലത്തില് ഇൻകം ടാക്സിന്റെ ട്രേസിന്റെ സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട്
താജുവിന്റെ ഇൻകം ടാക്സിന്റെ 26AS വന്ന് കിടക്കും. 26AS ഫോം, അതായത് ഇൻകം ടാക്സിന്റെ ഒരു ഫോമാണ് 26AS എന്ന് പറയുന്നത്. ആ 26AS ഈ ടാക്സ് വരും. ദാറ്റ് മീൻസ് ഗവൺമെന്റ് ഇതിക്കുന്ന ഇയാൾക്ക് കമ്മീഷൻ എത്തിൽ ഇൻകം കിട്ടുന്നുണ്ട്, ബട്ട് ഇയാളുടെ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്നില്ല. ഇങ്ങനെയാണ് വരിക. അപ്പൊ ഒരു ഇൻകം ടാക്സ് ഒരു നോട്ടീസ് ഇട്ട് കൊടുക്കുകയാണ്, ഇയാൾക്ക് വരുമാനമുണ്ട് പക്ഷെ ടാക്സ് അടക്കുന്നില്ല. ആകെ MLM ബിസിനസ് തുടങ്ങിയിട്ട് ആകെ 10 രൂപ കിട്ടാൻ അതിന് 20,000 രൂപ ചെലവാകും. അതൊന്നും കണക്കിലുണ്ടാവില്ല. എന്താണോ ക്രെഡിറ്റ് ചെയ്യുന്നത് അതിന്റെ പേരിലാണ് നോട്ടീസ് വരിക. MLM ബിസിനസ് ആണ്, നല്ല ഡ്രസ്സ് ഉണ്ടാവും, നല്ല കോട്ട് ഉണ്ടാവും, നല്ല സൂട്ട് ഉണ്ടാവും, നല്ല ഹോട്ടൽ ഉണ്ടാവും, ഗംഭീരായിരിക്കും, കയ്യിൽ 10 പൈസ ഉണ്ടാവില്ല. ഇനി ഇവന്റെ അടുത്ത് ഇൻകം ടാക്സിന്റെ നോട്ടീസും കൂടി എനിക്ക് ഇഷ്ടംപോലെ നോട്ടീസ് എന്റെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ സാധനം പഠിച്ചത്. എന്താണ് ഇതിനുള്ളിൽ, എങ്ങനെയാണ് ഇതിന്റെ കമ്മീഷൻ, നമുക്കിത് സ്ട്രക്ചർ അറിയണ്ടേ, എങ്ങനെ ഇത് എവിടെ പിടിച്ചിട്ട് എവിടെ കൊടുക്കണം അറിയാതെ എന്തെങ്കിലും പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ലേറ്റർ ബൈനറി സെക്കൻഡറി കമ്മീഷൻ മുട്ടിയമ്മ പിന്നെയും മുട്ടുക, കൊട്ടിയമ്മ പിന്നെയും കൊട്ടുക. അപ്പൊ അവിടുന്ന് പിന്നെയും എടുക്കും. അപ്പൊ ഇങ്ങനെ കൊലകൊലകൊലായിട്ട് വരും. ഓലൊക്കെ മറ്റോ ബെൻസ് വാങ്ങും, ബെൻസ് വാങ്ങുമ്പോൾ ഇവൻ വലിയ പേരെടുക്കും, വലിയ പേരെടുക്കുമ്പോൾ അതിനപ്പുറത്തവന് അതിനെക്കാട്ടും വലിയ ബെൻസ്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ വരിക. മീൻസ് വിഷ്വലൈസേഷന്റെ അങ്ങേ തലയാണ് ഇതിന്റെ മാർക്കറ്റിംഗ്. നോർമൽ മാർക്കറ്റിംഗ് രീതി ഒന്നല്ല. നിങ്ങളെ കൊണ്ടാണ് വിശ്വസിപ്പിക്കുക. നിങ്ങളിപ്പോ ബെൻസിലാ പോണത്, നിങ്ങളിപ്പോ ഈ ഹോട്ടലിലുള്ളത്. ഒരു മാർക്കറ്റിംഗ് ഉണ്ട്. അത് ശരിക്കും അനൂപ് ഖാന്റെ വൈഫ് ക്ലാസ് കൊടുക്കും, എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അനൂപ് ഖാന്റെ വൈഫിന്റെ ക്ലാസ് ഒക്കെ ഇടക്കിടക്ക് കയറി നോക്കണ്ടേ. അപ്പൊ ഒരു നമ്മളെങ്ങനെ ലീഗലി ബാൻഡ് അല്ലല്ലോ? അല്ല, എന്തുകൊണ്ട് അതിനിടയിൽ പ്രൊഡക്റ്റ് കയറുന്നതുകൊണ്ട് ലീഗലി ബാൻഡ് അല്ല. അതിന് ടാക്സ് ഇറക്കുന്നതിന് TDS ഇറക്കുന്നത് എല്ലാം ഇറക്കുന്നുണ്ട്. ഇനി ലീഗലി ബാൻഡ് ആയ സാധനം, ഇതേ സാധനം പൈസമ്മ കളിച്ചു നോക്കി പിടിക്കും, നിങ്ങളകത്താവും. ഈ സാധനം ഇപ്പൊ നിലവിൽ കളിച്ചോണ്ടിരിക്കുന്ന എന്താ പറയുക, ക്രിപ്റ്റോ കറൻസിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ബിനാൻസില് ഡോളർ ഇത്ര ഡോളർ കിട്ടും, ആ ഡോളറിന് ഇത്ര പൈസ കിട്ടും, ഇത്ര പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞു. എല്ലാം ഏറെക്കുറെ സെയിം തന്നെയാ. അവങ്ങൾ ആലോചിക്കാം അവനവന്റെ പൈസ ഇങ്ങനെ രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇതാണ് TDS. അപ്പം ഈ ഒരു വ്യക്തി MLM-ലാവട്ടെ, ഹജ്ജിന് പോയ ഒരാളാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു കൺസൾട്ടിങ് ഫീസ് കിട്ടിയ ഒരാളാവട്ടെ, കമ്മീഷൻ കിട്ടിയ ഒരാളാവട്ടെ, ഇതെല്ലാ തരത്തിൽ കിട്ടിയ ആൾക്കാരുണ്ടാവുമല്ലോ. ഈ ആൾക്കാരൊക്കെ അവരുടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇവർ അടക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ടാവും. അതെങ്ങനെയായിരിക്കും? അവരുടെ സ്വന്തം ഇൻകം ഫ്രം സാലറി ആയിരിക്കും. അവർക്ക് സാലറി കിട്ടിയൊരു പൈസ ഉണ്ടാവും, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയൊരു പൈസ ഉണ്ടാവും, ബിസിനസ് ഇൻകത്തിൽ നിന്ന് കിട്ടിയ പൈസ ഉണ്ടാവും, ക്യാപിറ്റൽ ഇൻകത്തിൽ. ഇതിന്റെ എല്ലാം പൈസ കറക്റ്റ് കാണിച്ചു നോക്കുമ്പോൾ ഈ ഒരു മനുഷ്യന് എത്രയോ രൂപ അടക്കാനുണ്ട് ഗവൺമെന്റിലേക്ക്. ആ അടക്കാനുള്ള എമൗണ്ട് ഇവിടെ ഓൾറെഡി ഇവന്റെ പേരിൽ വേറെ ആരോ അടച്ച എമൗണ്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എമൗണ്ട് അടച്ചാൽ മതി. അതാണ് ഇതിന്. അതായത് നമ്മളെ GST-യിലൊക്കെ നോക്കുമ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോലത്തെ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നമ്മളെ പേരിൽ ഇൻപുട്ട് ആയിട്ട് അവിടെ കയറി കിടക്കുന്ന മാതിരി നമ്മൾ എവിടെന്നെങ്കിലും ഇത്തരം സർവീസുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ സാധനം ഇൻപുട്ട് ആയിട്ട് കടക്കും എന്നുള്ളതാണ് ഇതിന്റെ സംഭവം. ക്ലിയർ ആയല്ലോ? ഒരു ഏറെക്കുറെ TDS എന്താന്നൊരു ഐഡിയ ഇട്ടില്ലേ? ചെറിയൊരു ഐഡിയ ഇട്ടില്ലേ? ഹലോ, ഒന്ന് പറയും മനുഷ്യന്മാരെ, TDS എന്താന്ന് കിട്ടിയില്ലേ? എവിടൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് വരുന്നത്? ഓക്കെ. അപ്പൊ ആരെടുന്നൊക്കെയാണ് ഈ സാധനം കളക്ട് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഈ സംഭവം കളക്ട് ചെയ്യേണ്ടത്, അതിന് എന്തെങ്കിലും എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടോ, TDS ഡിഡക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ഡിഡക്ട് ചെയ്യേണ്ടത്, അതിൽ തന്നെ ഏതൊക്കെ ഫോമുകളാണ് ഫയൽ ചെയ്യുന്നത്. 24Q ഉണ്ട്, 26Q ഉണ്ട്, 27Q ഉണ്ട്, 26QB ഉണ്ട്, 26QC. ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഇതേപോലെ കളക്ട് ചെയ്യേണ്ടത്, ഡിഡക്ട് ചെയ്യേണ്ട ഓരോ സംഭവങ്ങളാണ്. പിന്നെ ഇതിനകത്ത് TDS സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിയില്ല. ഫോം 16, ഫോം 16A, പിന്നെ 16B, 16C, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒക്കെ ഇതേപോലെ. അതേപോലെ 15G, 15H, അതന്നെ. ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിൽ തന്നെ കുറെ കേസുകളുണ്ട്. എന്ത് ഇൻകം ടാക്സ് കുറച്ച് കാണിക്കുന്ന കേസുകളുണ്ട്, ചില പ്രൊവിഷന്റെ ബേസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന കേസുകളുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പോകേണ്ട കേസുകളാണ്. 26 എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്സ്റ്റാൻഡിങ് കാൽക്കുലേറ്റ് ചെയ്യുക, റെസിഡൻസിന്റെ ഡിഡക്റ്റ് എങ്ങനെയാണ്, അതിന്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ നമ്മളും കൂടി പഠിച്ചു പോകണം. അപ്പൊ ഞാൻ ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ TDS-ന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞത് മാത്രം. അതിൽ റെസിഡന്റ് ചോദിച്ചോളേ. ഗ്രൂപ്പ് ചോദിച്ചതാണ് അത്. പിന്നെ UAE-ന്റെ അടുത്താണ്. അതായത് നമ്മൾ വാറ്റ് ഫുള്ള് ഡൗട്ട് ചെയ്യാനായി നമ്മളിപ്പോ പിന്നെ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോ ഒരു സെയിൽ ചെയ്തതിനു ശേഷം നമ്മൾ അതിന്റെ പിന്നെ വാറ്റൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തു, വാറ്റ് അടച്ചു, ക്രെഡിറ്റ് സെയിലാണ്. പിന്നെ ആള് പൈസ
പൈസ തരുന്ന സമയത്ത് ആള് നമ്മളോട് ഡിസ്കൗണ്ട് ചോദിച്ചാണ്. അപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു 10,000 ദിറംസിന് നമ്മൾ സെയിൽ ചെയ്തിരുന്ന 10,000 ദിറംസിന്റെ വാറ്റ് നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം ഒരു 500 ദിറംസ് നമ്മളോട് ഡിസ്കൗണ്ട് വെച്ച് നമ്മൾ 9,500 അദ്ദേഹത്തിനെ വാങ്ങി. അപ്പൊ നമുക്കൊരു 500 രൂപ ദിറംസ് കുറഞ്ഞല്ലോ. അപ്പൊ അതിന് നമുക്ക് ആ വാറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വാറ്റിന്റെ കേസ് കോഴ്സിൽ പറയുന്ന കാര്യങ്ങളാ. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി അതും കൂടി ആഡ് ചെയ്ത് പറയാം. വാറ്റ് നമുക്ക് ഒന്ന് അതിന്റെ ഇൻപുട്ട് ടാക്സ് എലിജിബിലിറ്റി, മറ്റേതിന്റെ ഔട്ട്പുട്ട് ടാക്സ്, ഈ രണ്ട് കണ്ടീഷനും കൂടി പറയാം. അപ്പോ ഒന്നാമത്തെ കണ്ടീഷൻ, വാറ്റ് നമുക്ക് റെക്കവറബിൾ വാറ്റ് ആവണമെങ്കിൽ, ഇൻപുട്ട് വാറ്റ് ആവണമെങ്കിൽ, സൗദിന്റെ കേസിൽ GST കേസൊക്കെ ചെറിയ ഡിഫറെന്റ് ഉണ്ട്. ടാക്സബിൾ സപ്ലൈയുടെ ഒരു സാധനം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ഡയറക്റ്റ് ടാക്സബിൾ സപ്ലൈ, ഇത് ഒന്നാമത്തെ കണ്ടീഷനാണ്. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് റിലേറ്റഡ് വിത്ത് ടാക്സബിൾ സപ്ലൈ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത് ക്ലെയിം ചെയ്യുന്ന കൂടി പറഞ്ഞിട്ട് അതിന്റെ ഔട്ട്പുട്ടിലേക്ക് വരാട്ടോ. ഇപ്പൊ ഉദാഹരണം, ഞാൻ എന്റെ ബിസിനസിന് വേണ്ടിയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്തു. ഇത് ടാക്സബിൾ സപ്ലൈ ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അല്ലെ? സംശയമൊന്നുമില്ലല്ലോ. വിൽക്കാനുള്ള ഒരു സാധനം വാങ്ങി, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിന്റെ സംഭവം നമുക്ക് ക്ലെയിം ചെയ്യാം. ഇനി തിരിച്ചടക്കണ കേസ് കൂടി പറയാട്ടോ. ക്ലെയിം ചെയ്യാം ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും നമുക്ക് ക്ലെയിം ചെയ്യാം. ഇനി ഇത് ക്ലെയിം ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണം, ഇനി ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്തൊക്കെ വേണം? പ്രോപ്പർ ഡോക്യുമെന്റ്, ഇൻവോയ്സ് വേണം. നോക്കണേ, ഇൻവോയ്സ് വേണം, അതിൽ കൃത്യമായ TR നമ്പർ വേണം, ഇങ്ങനെയൊക്കെ വേണം. ഇങ്ങനെയൊക്കെ ചെയ്തു പോകണം. മൂന്നാമത്തെ കണ്ടീഷൻ പറയണത് 6 മാസത്തിനുള്ളിൽ ഇവന് പൈസ കൊടുത്തിരിക്കണം. 6 മാസത്തിനുള്ളിൽ ഇവൻ പൈസ കൊടുത്ത് 6 മാസം കൊണ്ട് പൈസ കൊടുത്തിട്ടില്ലെങ്കിലോ? ഫാറൂഖ് ഭായിന്റെ എക്സാമ്പിൾ പറയാം. ഞാൻ ഫാറൂഖ് ഭായ് എന്റെ കയ്യിൽ നിന്ന് ഒരു 10,000 ദിറംസിന്റെ സാധനം വാങ്ങി. ഫാറൂഖ് ഭായ് 10,000 ദിറംസിന്റെ സാധനം എന്റെ കയ്യിൽ നിങ്ങൾ വാങ്ങി. അപ്പൊ അതിന്റെ ടാക്സ് എമൗണ്ട് ഒരു സെയിൽ ഞങ്ങൾക്ക് അടിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് ആണ് സെയിൽ. ഞാനൊരു അഗ്രിമെന്റ് ഇങ്ങോട്ട് പറഞ്ഞത് 3 മാസം കൊണ്ട് എനിക്ക് ഒരു എമൗണ്ട് എന്ത് ചെയ്തോളണം? 3 months കൊണ്ട് എനിക്ക് ഒരു എമൗണ്ട് 3 months കൊണ്ട് എനിക്ക് ഈ എമൗണ്ട് തരണം. ഫാറൂഖ് ഭായ് തന്നില്ല. ഇങ്ങനെ ക്ലാസ് ഞാൻ ഇന്നൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞ സെയിം ടോപ്പിക്കാണ്. ഇന്ന് ജയ്സൽ ഉണ്ട് ഇതിനകത്ത്? ജയ്സൽ ഡാനിഷ് ഇല്ലേ? പോയെന്ന് തോന്നുന്നു. ജയ്സൽ ഉണ്ടായിരുന്നു ഇന്നത്തെ ഓഫ്ലൈൻ ക്ലാസ്സിൽ. അപ്പൊ ഇതേ ടോപ്പിക്ക്. അപ്പൊ 6 മാസം കൊണ്ട് ഫാറൂഖ് ഭായ് എനിക്ക് പൈസ തന്നില്ല. എന്ത് ചെയ്യണം? തന്നില്ലെങ്കിൽ എന്താ ചെയ്യാ? എടുത്ത ഇൻപുട്ട് ടാക്സ് തിരിച്ചടക്കേണ്ടി വരും. എടുത്ത ഇൻപുട്ട് ടാക്സ് ഫാറൂഖ് ഭായ് എനിക്ക് തിരിച്ചടക്കണം. ഒരു കേസ് 6 മാസം കൊണ്ട് കൊടുത്തത് നിർബന്ധമാണ്, കണ്ടീഷനാണ്. 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇനി ഒരു കേസ് തിരിച്ചടക്കണം. രണ്ടാമത്തെ കേസ്, ഫാറൂഖ് ഭായ് 10,000 ദിറംസിന് എനിക്ക് ആകെ 6,000 രൂപ തന്നിട്ടുണ്ട്. ബാക്കി എന്ത് ചെയ്യണം? ബാക്കിയുള്ള ഇൻപുട്ട് ടാക്സ് തിരിച്ചടക്കേണ്ടി വരും. 4,000 രൂപന്റെ എമൗണ്ട് തിരിച്ചടക്കണം. ഇതാണ് ഇൻപുട്ട് ടാക്സിന്റെ ഒരു കണ്ടീഷൻ. ഇനി നോക്കണേ, ഇനി 2 ഡിസ്കൗണ്ടിന്റെ കേസുകൾ പറയാം. ഇൻപുട്ട് ടാക്സിന്റെ ഈ കണ്ടീഷൻ ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ തിരിച്ചടക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് ഇൻപുട്ട് ടാക്സ്. പിന്നെ ഇത് ഇൻപുട്ട് ആയിട്ട് കിട്ടണമെങ്കിലുള്ള മറ്റു 2 കണ്ടീഷൻ, ആ ക്വാർട്ടറിൽ തന്നെ ഈ സാധനം റിട്ടേൺ ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ സബ്സിക്വന്റ് ക്വാർട്ടറിലെങ്കിലും ഫയൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള ക്വാർട്ടറിൽ ഫയൽ ചെയ്തിട്ട് കാര്യമില്ല, കിട്ടൂല. ഇൻപുട്ടിന്റെ കേസ് കേട്ടോ. ക്വാർട്ടർലി മാത്രമാണ് ഫയലിംഗ്. അപ്പം ഈ ക്വാർട്ടറിൽ തന്നെ എടുത്ത ഇൻപുട്ട് കിട്ടും, അല്ലെങ്കിൽ സബ്സിക്വന്റ് ക്വാർട്ടർ, അത് കഴിഞ്ഞിട്ടുള്ള ക്വാർട്ടറിലേക്ക് ഇതിനകത്ത് പോയില്ല. GST പോലെ ലാസ്റ്റ് ജൂലൈ ഒന്നുമില്ല. ഇല്ല, ക്വാർട്ടറിലാണ് ചെയ്യുക. ക്വാർട്ടറിൽ കണക്കുന്ന വ്യത്യാസം കേട്ടോ. ഓരോ ക്വാർട്ടർ നമ്മുടെ നാട്ടിൽ പോലെ Q1, Q2, Q3, Q4 അല്ല. എന്നാണോ അവര് സെലക്ട് ചെയ്യുന്നത് ആ ഒരു പീരീഡ് മുതലാണ് ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിവേ പറയാം. ഇനി രണ്ടാമത്തെ കേസ് എടുക്കി. ഇനി ഫാറൂഖ് ഭായിന്റെ കുറച്ച് കേസ്, ഡിസ്കൗണ്ടിന്റെ കേസുകൾ. ഡിസ്കൗണ്ട് 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് വൗച്ചർ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബൈ ക്യാഷ് വെച്ച് കൊടുക്കാം. വൗച്ചർ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബൈ ക്യാഷ് വെച്ച് കൊടുക്കാം. വൗച്ചറിന്റെ കേസിൽ പറഞ്ഞുതരാം. ഇപ്പോ ലുലുന്ന് ഈ കേസ് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിനകത്ത് ഇനി ഒരു ഡൗട്ട് ഉണ്ടാകണ്ട, അതാണ് മൊത്തത്തിൽ ചെയ്യണം. ലുലുവിൽ നിന്ന് 10,000 ദിർഹംസിന്റെ സാധനം ഫാറൂഖ് ഭായ് വാങ്ങുന്നു. ലുലുവിൽ നിന്ന് 10,000 ദിർഹംസിന്റെ സാധനം ഫാറൂഖ് ഭായ് വാങ്ങുന്നു. വാങ്ങിയ സമയത്ത് 500 ദിർഹംസിന്റെ എന്ത് കിട്ടി? കൂപ്പൺ കിട്ടി.
ഇതിനെങ്ങനെയായിരിക്കും ഇതിന്റെ വാറ്റ്? എത്ര രൂപന്റെ വാറ്റ് ആണ് അടക്കേണ്ടി വരിക ഫാറൂഖ് ബൈ ടു ഗവൺമെന്റ്? 9,500 ആരെങ്കിലും പറഞ്ഞു എങ്ങനെ വരിക? എത്ര റുപ്പീസിന്റെ മുകളിൽ ആണ് നമ്മള് വാറ്റ് അടക്കേണ്ടത്? 9,500 പറപ്പാ. ഡിസ്കൗണ്ട് കഴിച്ചിട്ട്. ആര് പറഞ്ഞ ബിൽ എമൗണ്ട് പറഞ്ഞാല്? ക്യാഷ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള ബാക്കിന്റെ വാറ്റ് അടച്ചാൽ മതി. ആ, അതായത് നമ്മൾ ശരിക്കും ആക്ച്വലി 10,000 റുപ്പീസിന്റെ ഇനി ഇതിനകത്ത് തന്നെ കുറെ റൂൾസ് ഞങ്ങൾക്ക് അതിനുള്ളിലേക്ക് പോകാൻ നേരം ഇല്ലാത്തതുകൊണ്ടാണ്. പേഴ്സണൽ ടിപ്പ് കൊടുക്കുന്ന കേസുകൾ ഇതൊക്കെ പറയാണ്ട് ഇതിനകത്ത്, പക്ഷെ പറയാൻ നീണ്ടു പോകും. അപ്പൊ ഈ ഒരു കേസിൽ 10,000ന്റെ മുകളിൽ എന്ത് ചെയ്യണം? 10,000ന്റെ മുകളിൽ ഫൈൻ സോറി വാറ്റ് എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ഇവര് പേ ചെയ്യണം. ഒന്നാമത്തെ കേസ്. ഇനി ഈ വൗച്ചർ വെച്ചിട്ട് 500 ദിറംസിന്റെ വൗച്ചർ വെച്ചിട്ട് രണ്ടാമത് ഇയാൾ പർച്ചേസ് ചെയ്ത് 500 ദിറംസിന്റെ വൗച്ചർ വാങ്ങി പോകുന്നു. ഇയാൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യണോ വേണ്ട? ഈ വൗച്ചർ ഇപ്പൊ ഓൾറെഡി 500 രൂപേന്റെ വൗച്ചർ കിട്ടിയില്ലേ? ഈ വൗച്ചർ കിട്ടി. അടുത്ത പ്രാവശ്യം സെക്കീനൊക്കെ കിട്ടിയെന്ന് വെച്ചോളെ, അടുത്ത ആഴ്ച സെക്കീന വന്നിട്ട് എന്ത് ചെയ്യാണ്? സാധനം വാങ്ങി, എന്നിട്ട് പൈസ കൊടുത്തില്ല, വൗച്ചർ കൊടുക്കണം. ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണോ വേണ്ടയോ? വേണ്ട. വേണം. ആരാ നോ വാറ്റ്? പൈസ കൊടുക്കണം. അവിടെ സപ്ലൈ നടന്നു. കൺസിഡറേഷൻ എന്നുള്ള സാധനം എന്താ? കൂപ്പണാ. കൂപ്പണിന് വാല്യൂ ഉണ്ട്. കൂപ്പണുള്ളൂ, ക്യാഷ് അല്ല. ക്യാഷ് ക്യാഷ് കൂപ്പൺ. ക്യാഷ് അല്ലേ? കൺസിഡറേഷന് മുകളിൽ ഒരു ഇവന്റ് നടക്കുകയാണെങ്കിലാണല്ലോ അവിടെ ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നത്, അല്ലെ? ഇവന്റ് നടന്നില്ലേ? അവിടെ വാറ്റ് നമ്മൾ അടയ്ക്കണം. അതായത് ഇക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കണം. ഇക്കണോമിക് ആക്ടിവിറ്റി ആണ്. അതിനെന്ത് ചെയ്യണം? ഇക്കണോമിക് സംഭവങ്ങൾ ഉണ്ടോ? ആ ഇക്കണോമിക് ആക്ടിവിറ്റി ആണ്. സപ്ലൈ നടന്നു, ടാക്സ് അടക്കണം. ഇനി ആ ഒരു കേസ് അങ്ങനെ. ഇനി ഈ ഒരു കേസ് പിടിച്ചോളി. ഈ ഫാറൂഖ് ഭായിന്റെ കേസിലേക്ക് പതുക്കെ വരാം. 10,000 ദിറംസിന് സാധനം ഫാറൂഖ് ഭായി വാങ്ങുന്നു. ആ മൊമെന്റിൽ വെച്ചിട്ട് തന്നെ കൂപ്പൺ കൊടുക്കുന്നു. ഇപ്പൊ ഒരു പദ്ധതിയാണ്. ഈ സാധനം, ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂപ്പൺ, സ്ക്രാച്ച് ചെയ്യാനുള്ള ഒരു കൂപ്പൺ കിട്ടും. ആ കൂപ്പണിൽ എന്താണോ എമൗണ്ട് ഉള്ളത് ആ എമൗണ്ട് അപ്പം തന്നെ ഡിഡക്ട് ചെയ്ത് തരാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഡിഡക്ട് ചെയ്ത ബാക്കിയുള്ള ബാലൻസിനുള്ള ഇപ്പൊ ഇതാണ് സ്ക്രാച്ച് ചെയ്തത്. ഫാറൂഖ് ഭായി സാധനം വാങ്ങിയപ്പോ ഒരു 1000 സാധനം കുറഞ്ഞിട്ടി. അപ്പൊ എത്ര രൂപയുള്ളൂ സെയില്? 9,000-നുള്ള 9,500 എന്ത് ചെയ്താൽ മതി? ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്തു. ഇതാണ് ഇതിന്റെ എല്ലാ കേസുകളെ. മൂന്നാമത്തെ കേസ് കൊടുത്ത് കച്ചവടം നടന്നു. 6 മാസത്തിനുള്ളിൽ പൈസ കൊടുക്കണം എന്ന് വെച്ചു. അതായത് 1/1/2025 ഒരു സെയില് നടന്നു. 1/1/2025 സെയില് നടന്നു. 6 മാസമായിട്ടും ഒരാള് അതിന്റെ എമൗണ്ട് തിരിച്ചടച്ചില്ല. എങ്ങനെ വരണം? ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു എമൗണ്ട് റിവേഴ്സ് ആയിട്ട് തിരിച്ചു പോകണം. പകുതി പൈസ അയാൾ കൊടുത്തെങ്കിൽ 6 മാസമായപ്പോ പകുതി പൈസ കൊടുത്തു. പകുതി പൈസ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. എത്രയാണുണ്ട്? ഇനി വേറെ കേസ് സിനാരി ആലോചിച്ച് നോക്കി. നമ്മൾ പൈസ കൊടുക്കുമ്പോ ഇയാൾ പറയുന്നത് ബാക്കി 500 തരൂല. എന്റെ ടാക്സ് ഒക്കെ നമ്മളെടുത്ത് ഇയാളെടുത്ത് അടിച്ചു പോയിട്ടോ, അല്ലെങ്കിൽ 2,000 ദിറംസ് തരൂല, നിങ്ങൾ കണ്ട കൂട്ടിക്കോളി പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് അല്ല? അങ്ങനെയാണ്. കണ്ട കൂട്ടിക്കോളി എന്നൊക്കെ പറയില്ലേ? ഉള്ളത് മേടിക്കാം. ക്ലെയിം ചെയ്യാനൊന്നും പറ്റൂലല്ലോ. എന്തായിരിക്കും സക്കീന മാഡം അതിന്റെ ഒരു സെനാരിയോ? ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും സപ്ലയർക്ക് കംപ്ലൈന്റ് ചെയ്യാം. FTL കംപ്ലൈന്റ് ഓപ്ഷൻസ്. സാധാരണ ഇതിന്റെ പിന്നാലെ ആരും കൂടൂല. അത് നമ്മൾ ഒഴിവാക്കി പോകും. സാധാരണ പോലല്ല. റെയർ കേസില് ഇപ്പൊ ഹ്യൂജ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് എമൗണ്ട് ആണെങ്കിൽ ഈ എമൗണ്ട് ഇവനെ കൊണ്ട് എന്ത് ചെയ്യാം? റീഫണ്ട് ചെയ്യിപ്പിക്കാം, റിവേഴ്സ് ചെയ്യിപ്പിക്കാനുള്ള വഴിയുണ്ട്.
അതാണ് അതിന്റെ കേസുകൾ. പക്ഷെ ഈ ചില്ലറ എമൗണ്ട് ആക്കി എപ്പോഴും വരിക, പലപ്പോഴും എല്ലാ ട്രാൻസാക്ഷന്റെ പിന്നാലെ നടക്കുന്ന 100, 50, 100, 200 ദിർഹംസ് ഒന്നും കിട്ടൂല. അതിന്റെ പിന്നാലെ നടന്ന അതിനെക്കാട്ടും വലിയ ചെലവാകുന്നതുകൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യില്ല, അത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾ പോകില്ല. പക്ഷെ ഇറ്റ്സ് എ വകുപ്പ് ഫോർ തിരിച്ചു പക്ഷെ പിടിക്കാൻ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു അതെപ്പോ ഒരു ഒരു 20 കസ്റ്റമർക്ക് ഇതേപോലെ നമ്മള് 500 ദിർഹംസ് വെച്ചുകൊണ്ട് കൊടുത്തു. അപ്പൊ ഏകദേശം ഒരു 10,000 ആയല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിന് വകുപ്പുണ്ട്. പക്ഷെ അതിന് പിന്നാലെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, കിട്ടും. അതെ അതെ, അങ്ങനെ വലിയ എമൗണ്ട് 10,000 20,000 ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഒന്ന് നോക്കണ്ട. ഒരു രക്ഷയില്ല. അതെന്തായാലും എടുക്കണം, തിരിച്ച് കിട്ടുമാണ് എടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും ഇന്ന് GST സിനാ എടുക്കുക. ഇന്നിപ്പോ എന്നെ ഒരു ക്ലയന്റ് എന്റെ അടുത്ത് വന്നു. അപ്പോ 18% അവന്റെ GST അവന്റെ അക്കൗണ്ട്സ് റെഡിയാക്കാൻ വേണ്ടി പോന്നു. തിരൂരിലേക്ക് ഒരു സെയിൽ നടത്തിയിട്ടുണ്ട്. ബിസിനസ്സും പേരൊന്നും ഇല്ല. തിരൂരിലേക്ക് ഒരു സെയിൽ നടത്തിയിട്ടുണ്ട്. 3 lakhന്റെ സെയിൽ, ഈവൻ 3 lakhന്റെ സെയിൽ കഴിഞ്ഞ മാസം കാണിച്ചു. ഈ 3 lakhന്റെ പൈസ ഇവനക്ക് കിട്ടിയിട്ടില്ല, അതിന് GST കിട്ടിയിട്ടില്ല. 3 lakhന്റെ പൈസയും കിട്ടിയില്ല, GST കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇവന്റെ ഇതിന് മുകളിൽ 18% ടാക്സ് 54,000 റുപ്യ ഗവൺമെന്റിലേക്ക് ഇവൻ പേ ചെയ്തു. അപ്പുറത്ത് വന്ന് നിൽക്കുന്ന ഒരു ലാഭം നോക്കിയേക്ക്, വെറുതെ ഒരു പ്രൊഡക്റ്റ് പൈസയും കൊടുത്തില്ല. മാത്രമല്ല ഗവൺമെന്റിലേക്ക് ഒരു 54,000 രൂപ ഇവൻ അടച്ചു കൊടുത്തു. അതൊക്കെ എന്താ ചെയ്യാ, അതാണ് ചോദിക്കുന്നത്. ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവും. അതായത് ഒരു കാര്യം പലിശയും പോയി, മാത്രമല്ല അഡീഷണൽ എക്സ്ട്രാ ബോണസ് ഒരു 54,000 കൂടി എടുത്തോ, അതായത് പിടിച്ചോ. എന്നിട്ട് പറയാ, ഇവനോട് പറയാം, ഞാൻ ആ സാധനം ഊരി കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ ആ എമൗണ്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടാ നീ വേണ്ട, റിവേഴ്സ് ചെയ്താൽ പർച്ചേസ് റിട്ടേൺ അടിച്ചാൽ സമയം കൊണ്ടൊക്കെ പോരൊക്കെ ചെയ്യും, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അപ്പോഴും ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും പൈസ, അതാണ് പ്രശ്നം. ഇൻപുട്ടും ഔട്ട്പുട്ട് ഒക്കെ ആയിട്ട് അവിടെ കിടക്കും, ക്രെഡിറ്റ് ലെഡ്ജറിലും അവിടെ ഒക്കെ ആയിട്ട്. അപ്പൊ ഇതേപോലത്തെ കേസിലാണ്. അപ്പൊ സെക്കൻഡ് വേർഡ് എന്തോ പറഞ്ഞല്ലോ, പുതിയൊരു എന്തൊരു അപ്ഡേറ്റ്, പുതിയൊരു വേർഡിക്റ്റ് വന്നിട്ടുണ്ട് അബുദാബി പോർട്ടിന്റെ. അങ്ങനെ സെനാറിയോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്ലയറിന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഒരു കസ്റ്റമർക്ക് ഇത് ഇൻപുട്ട് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റ് സപ്ലയർ പേ ചെയ്യണം എന്നുള്ളൊരു വേർഡിക്റ്റ് വന്നിട്ടുണ്ട് റീസെന്റ്. ഐ തിങ്ക് 24 ലാസ്റ്റിലെ. അതായത് സപ്ലയറുടെ മിസ്റ്റേക്ക് കൊണ്ട് ഒരു കസ്റ്റമർക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് ചെയ്യാൻ ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻവോയ്സിങ് കൊടുക്കാതിരിക്കോ എന്തോ ആവാം, ഒരു സപ്ലയറുടെ ഫോൾട്ട് കൊണ്ട് അങ്ങനെ ഒരു സംഭവം കസ്റ്റമർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സപ്ലയർ ലയബിൾ ടു പേ ടു ഹിം എന്നുള്ള രീതിയിൽ ഒരു വേർഡിക്റ്റ് വന്നിട്ടുണ്ട്. 24 ലാസ്റ്റിലാണെന്ന് തോന്നുന്നു. അത് നോർമൽ കേസ് തന്നെയാണല്ലോ. അത് ഒന്നുകൂടി ക്ലാരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ സാർ. അപ്പൊ UAE അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുതിയ വേർഡിക്റ്റ് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ആലോചിക്കാം. ബാക്കിയുള്ള ഞാൻ ഇന്നിപ്പോ മറ്റേ ടോപ്പിക്കിന്റെ തല കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ മാനുഫാക്ചറിന്റെ ബിൽ ഓഫ് മെറ്റീരിയൽ എന്നുള്ള ഭാഗത്തിലേക്കും ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായപ്പോൾ TDSന്റെ കേസിലേക്കും പോയത്. ബാക്കി TDSന്റെ കേസ് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. കഴിഞ്ഞ സെഷന്റെ മാനുഫാക്ചറിങ്ങിന്റെ പാർട്ടും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇപ്പൊ സെഷൻ കാണാം. സെഷൻ കണ്ട് കൃത്യമായിട്ട് ഇതിന്റെ ഒരു പ്രോബ്ലംസോ കാര്യങ്ങളോ എന്തെങ്കിലും തരാൻ പറ്റുമോ നോക്കാം. ആ കാര്യങ്ങൾ ചെയ്യാം. അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാം. ഇന്ന് ഇത്രയാണ് പറയാനുള്ളത്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഡൗട്ടുകളൊക്കെ പരമാവധി ഗ്രൂപ്പിൽ ചോദിക്കാം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?